ഓക്കെ, അടുത്ത വാർത്ത ഈസ് ഫ്രം നമ്മളെ നവാസിൻ്റെ നമ്മുടെ പുതിയ ബടൻ. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു വീഡിയോ പ്ലേ ചെയ്ത് ഒന്ന് കേട്ടങ്ങ് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കൂടുതലൊന്നും ഇടയിൽ പറയാനില്ല, പറയാനുള്ളതെല്ലാം നമ്മളെ നവാസ് ഭായി പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, മീൻസ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു പുതിയ ചാനലാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കണം. ചാനലിൻ്റെ പേര് ദ ഇൻഫിഡൽസ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതൊന്ന് കണ്ടേക്കാം. ഇതാണ് ചാനൽ. ദ ഇൻഫിഡൽസ്. അപ്പോൾ ഇതിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞാനൊരു അവിശ്വാസിയായി എന്ന ഒരു ടൈറ്റിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകൾക്കും ഉണ്ടാവും കാര്യങ്ങൾ, നിങ്ങൾ എന്തുകൊണ്ട് അവിശ്വാസിയായി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ ചെന്ന് നമ്മളുടെ ചാനൽ ഫീച്ചർ ചെയ്യില്ല അല്ലേ മിസ്റ്റർ നവാസ്, എൻ്റെ ചാനൽ മര്യാദയ്ക്ക് ഫീച്ചർ ചെയ്തോളണം. ഓക്കെ, പോക്കിരിയുടേത് പിന്നെ വേണമെന്നില്ല. സാരല്ല, തൽക്കാലം ക്ഷമിച്ചു. അപ്പോൾ ഇതാണ് ചാനൽ. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ സംഗതി, എന്തുകൊണ്ട് ഞാനൊരു അവിശ്വാസിയായി എന്ന ആ ഒരു സംഗതി നിങ്ങളത് കാണുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്തിട്ട് ഇതിൽ അയച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ ആയിട്ട് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ അതിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നറേഷനൊക്കെ പറ്റുന്ന ആളുകൾ അത് ചെയ്യുക. അത് വീഡിയോ ആയിട്ട് പറ്റുമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യുക. ഇനി അതല്ലാത്ത ആളുകൾക്ക് അല്ലാതെ ചെയ്യാം. ചില നല്ല മുഖം കാണിക്കാതെ പറഞ്ഞൊരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വിശ്വാസികൾ. ഈ വിശ്വാസികളൊക്കെ ഭയങ്കര ദിക്റും ദുആവും മറ്റു കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു സംശയമില്ല, അവർക്ക് പടച്ചവനെ നല്ല പേടിയുണ്ട്, നന്നായിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആ ഒരു നിങ്ങളുടെ സ്റ്റോറി അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്കിനി നമ്മളുടെ ഈ പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓൻ ഞമ്മൻ്റെ ആളല്ല. ഏതാണ് ഈ ഓൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒസാമ ബിൻ ലാദനാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. വേണ്ടല്ലോ, വീഡിയോ നേരെ പ്ലേ ചെയ്യാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ചാനലിനെ കുറിച്ചുള്ളൊരു ഇൻട്രോ നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ തന്നെ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പറയാറുണ്ട് ഇതൊരു വലിയൊരു മുന്നേറ്റം ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ചാനൽ, എൻ്റെ ചാനൽ അല്ലെങ്കിൽ പോക്കിരിയുടെ ചാനൽ, അങ്ങനെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് അല്ല ഇത് മുന്നോട്ട് പോകേണ്ടത്. ഇതൊരു ജഗർനോട്ട് എന്നുള്ള രീതിയിൽ പോകേണ്ട ഒരു സാധനമാണ്. ഒരു വലിയൊരു കൂട്ടം ചാനലുകളാണ് ഇതിൽ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ അതിൽ ഇവർക്കൊക്കെ എല്ലാവർക്കും പങ്കുണ്ട്. അപ്പോൾ അങ്ങനെ ഉയർന്നു വരേണ്ട ഇതിൽ ക്വാളിറ്റി വീഡിയോ വരുന്നൊരു ചാനൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. യെസ്, പറയൂ. അപ്പോൾ ഈ ചാനലിലുള്ള ആൾക്കാർ ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ് ഹൗസിൽ പണ്ടുണ്ടായിരുന്ന സിംഹങ്ങളാണ്. സഹീഹ് ഷെറിൻ, ഷിഹാബുദ്ദീൻ മേത്തർ, നവാസ്, അങ്ങനത്തെ നിരവധി ആൾക്കാർ. പിന്നെ അവർ കൂടാണ്ട് നമ്മുടെ ഈ വേറൊരു ചാനലുണ്ടല്ലോ, എന്താണ് പേര്, നമ്മുടെ ഈ യുക്തിവാദികളുടെ ഒരു ചാനൽ, അത് മറന്നുപോയി. അവിടെ നമ്മുടെ റാസിയൊക്കെ ഉള്ള നമ്മുടെ ഇവിടുത്തെ റിഡക്ഷൻ, അതിന്റെ ആളുകളും ഒക്കെ അവരൊക്കെ ചേർന്നിട്ട് നടത്തുന്ന ഒരുപാട് നല്ല ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. നവാസിന്റെ ലേറ്റസ്റ്റ് വീഡിയോ എല്ലാവരും കാണണം. വളരെ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നല്ല അവതരണമാണ്. ബാസിലിന്റെയും ഇതുപോലെ ഈ ഹാഷ്മിയുടെയും ലോകോത്തര കള്ളം ആണ് ഇപ്പം നമ്മൾ പൊളിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നവാസ് പൊളിച്ച് നമ്മൾ കാണിക്കാൻ പോകുന്നു. സംഗതി നവാസൊക്കെ കുറച്ച് ബോക്കൊക്കെയാണ് കേട്ടോ, എന്നാലും കാര്യമൊക്കെ ഉണ്ടെന്ന് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ യോജിക്കുക. അതാണ് നമ്മുടെ പോളിസി. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിവിടെ കാണിക്കുകയാണ്. സോ നവാസിനൊരു ബിഗ് താങ്ക്സ്, ഇങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഒരു വീഡിയോ ചെയ്തതിന്. അത് നമ്മളിവിടെ ആദ്യം അറിയിക്കുകയാണ്. ഓക്കെ, ഇനി ബിൻ ലാദൻ പറയുന്ന പോലെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വാദത്തിന് വെച്ചോളൂ. പക്ഷെ പറയുന്നത് എന്താണ് ബട്ട് ദിസ് ഫോർബിഡിംഗ് ഓഫ് കില്ലിംഗ് ആൻഡ് ചിൽഡ്രൻ ഈസ് ഇന്നസെൻസ് നോട്ട് സെറ്റ് ഇൻ സ്റ്റോൺ. വി ട്രീറ്റ് അതേഴ്സ് ലൈക്ക് ദേ ട്രീറ്റ് us. Those who kill our women and our innocent, we kill their women and innocent. അയാളുടെ അങ്ങേയറ്റം റിഗ്രസീവായ വൈകൃതമായ രാഷ്ട്രീയമാണ്. ഇപ്പം യൂറോപ്യൻ ശക്തികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സ്ത്രീകളെ കൊന്നാൽ ഞങ്ങൾ അവരുടെ സ്ത്രീകളെ, അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ അയാളുടെ ഒരു വൈകൃത ഒരു പെർവേർട്ടഡ് രാഷ്ട്രീയമാണ്. ഹാഷ്മിയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ മനോഹരമായ വാക്കുകൾ. നവാസ്, ഇദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും. പറഞ്ഞു. അതെ. അപ്പോൾ നവാസിനെ ഇതിനു മുമ്പ് നിങ്ങൾ മറ്റേ പല ചർച്ചകളും പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും ഇൻഫ്ലുവൻസിൽ. എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസ് നമ്മളിപ്പോൾ ഇതിന് ഫീച്ചർ ചെയ്യുന്നതിന് മുമ്പും കുറേ ആൾക്കാർ കാണുന്നൊരു വീഡിയോ തന്നെയാണ്. അതിനകത്ത് താഴെ ഒരുപാട് നമ്മുടെ വോക്ക എമുക്കൾ
കമന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു ചാനൽ, ലിയാക്കത്തിനെ കാണുന്നവരും ജബ്ബർ മാഷിനെ കാണുന്നവരും ഒക്കെ കാണുന്ന ഒരു ചാനൽ തന്നെയാണ്. നമ്മളെ കാണാത്തവർ കാണുന്ന ചാനൽ അങ്ങനെ പറയുന്നത്. അതെ, അതാണ് സത്യം പറയാലോ, അങ്ങനെ പറയുന്നതല്ലേ. പക്ഷെ ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെ കമന്റ് സെക്ഷനിലൊക്കെ ഈ മുസ്ലിം പേരുള്ള എമുക്കൾ അവിടെ ഉണ്ട്. നമ്മുടെ ചാനലിൽ പൊതുവെ അതുണ്ടാവാറ് കുറവാണ്. എന്തായാലും ഇവിടെ നിങ്ങൾ നോക്കുക, ഈ രവിചന്ദ്രൻ സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണത്. ഇപ്പോൾ അറിയാലോ, ഈ പല ആളുകൾക്കും രവിചന്ദ്രൻ സിയുമായിട്ട് വിയോജിപ്പുണ്ട്. അത് രണ്ടിടത്തുള്ള ആളുകൾക്കുണ്ട്. ഇവിടെ ബാസിലിന് പോലുള്ള ആളുകൾ രവിചന്ദ്രൻ സിയെ സംഖ്യയാക്കണം. അതുപോലെ ഈ ചില ന്യൂസ് ചാനലുകൾക്കും. അപ്പം അതിന് മുസ്ലിങ്ങളെ ഇതുപോലെ അപരവൽക്കരിക്കാൻ വേണ്ടി രവിചന്ദ്രൻ സി ഓരോ കഥകളും വാർത്തകളും വളച്ചൊടിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ജനകീയ കോടതി, മറ്റേ 24 ന്യൂസിലുള്ള ഇങ്ങനത്തെ പോലത്തെ പരിപാടികൾ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഔദ്യോഗിക കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനലിൽ ഒരു പുസ്തകം തെറ്റായി കോട്ട് ചെയ്ത് പച്ചക്കള്ളം പറയുന്ന ഒരുപക്ഷെ മുസ്ലിമായ അവതാരകന്റെ ഒരു അവസ്ഥയും അത് കോട്ട് ചെയ്തിട്ട് നമ്മളെയും മറ്റ് ജനങ്ങളെയും പറ്റിക്കുന്ന മറ്റ് ചില സോക്കോൾഡ് മുസംഗി ദഴവക്കാരെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി ഈ രവിചന്ദ്രൻ സിയുടെ കാര്യം പറയുകയാണെങ്കിൽ, പുള്ളിക്ക് ചില സമയത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളിക്ക് നമുക്കറിയാലോ, നമ്മൾ ഹദീസിനെ ആഴത്തിലറിഞ്ഞ പോലെയൊക്കെ അല്ലെങ്കിൽ ഈ കോട്ടുകൾ ആഴത്തിലറിഞ്ഞ പോലെ പുള്ളി അത് പഠിക്കുന്നില്ല. പുള്ളി പഠിക്കുന്ന ഔദ്യോഗിക സോഴ്സിൽ നിന്ന് ഇവരുടെ തന്നെ സോഴ്സ് നോക്കിയാണ് പല കാര്യങ്ങളും കോട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് ഇത് ഒരു റിഫ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അത് ചൂഷണം ചെയ്തുകൊണ്ട് കാണിക്കുന്ന കള്ളത്തരമാണ്. നിങ്ങൾക്കിപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം പറയണമെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ കോട്ട് ചെയ്തിട്ട് പറയാം. തെറ്റായിട്ട് ഇതുപോലെ വളച്ചൊടിച്ച് പറയുമ്പോൾ ഇവർ തന്നെ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഇവർ ഈ സംഘികൾ പറയാറുണ്ട്, ഈ മുസ്ലിങ്ങളൊക്കെ തക്കിയാണ്, അവർ എത്ര മതേതരത്വം കാണിച്ചാലും അവരവിടെ മതത്തിലെ കാര്യങ്ങളൊക്കെ ഇവിടെ വെളുപ്പിച്ചാണ് പറയുന്നത്. ഇതിപ്പോൾ ആരാണ് ശരിക്കും സംഘികൾക്ക് വളമാകുന്നത് നിങ്ങൾ കണ്ടോ? യെസ്, അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാം. എന്തായാലും ഹാഷ്മിനെ നമുക്ക് അറിയുന്നതാണ്, പരിചയമുണ്ട് നേരിട്ട്. ഹാഷ്മി വളരെ മോശമായി പോയിട്ടോ എന്തൊക്കെ പറഞ്ഞാലും. ഹാഷ്മി പറഞ്ഞ പെർവേർട്ടഡ് രാഷ്ട്രീയം, ഇത്രയും ക്രൂരമായിട്ടുള്ള കണ്ണിന് പകരം കണ്ണ് എന്ന രീതിയിലുള്ള ക്രൂരമായ ഈ പെർവേർട്ടഡ് രാഷ്ട്രീയം അതെന്താണെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാവരെയും ഇൻഫിഡൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം. എന്താണ് ബിൻ ലാദൻ്റെ പെർവേർട്ടഡ് രാഷ്ട്രീയം? ഈ വിഷയത്തിൽ നമുക്ക് അബ്ദുള്ള ബാസിലിനും കൂടെ ഒന്ന് കേട്ടു നോക്കാം. എന്താണ് അബ്ദുള്ള ബാസിലിന് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എവിടെയെങ്കിലും ഭീകരവാദത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോന്നോ? അതെ, ഏത് ലോകത്താണ്? ഏത് ലോകത്താണ്? ഏതെങ്കിലും ഒരു ഭീകരവാദിയെ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ സാക്രിഫൈസ് ചെയ്ത ഏതെങ്കിലും ഒരാൾ ഇസ്ലാം എന്നെങ്കിലും തള്ളി പറഞ്ഞതിന്റെ ഏതെങ്കിലും ഒരു ഉദാഹരണം കാണിച്ചു? ഏതെങ്കിലും ഒന്നിനെ ഒറ്റൊന്നെങ്കിലും അല്ലെ? ഇതിങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാർ ഒന്നും ഒരു തരത്തിലും തള്ളി പറയാത്ത ആളുകളാണെന്നാണ് മനസ്സിലാക്കുക. ഈ രവീന്ദ്രൻ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ, ബാസിൽ അങ്ങനെ ചോദിക്കുക, അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കുക, ആരെങ്കിലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തതുണ്ടോ അല്ലേ? നമുക്ക് അതും കൂടെ ചോദിക്കണ്ടേ അല്ലേ? അതും കൂടെ ചോദിക്കുക ബാസിലെ. അങ്ങനെ ചോദിക്കുക. എല്ലാ നിരീശ്വരവാദികളും യുക്തിവാദികളോട് നമ്മൾ നേരിൽ വിടണം. ബാസിത് ഒരു കാര്യം, ഇവിടെ ബാസിലിൻ്റെ ഒരു പുതിയ വീഡിയോ കണ്ടു, നമ്മൾ ആനമയിലൊട്ടകൻ ടീമിൻ്റെ. ChatGPT ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന യുദ്ധങ്ങളും അതിൻ്റെ കണക്കൊക്കെ. അപ്പോൾ അതിനൊരു മറുപടി നമ്മൾ ചെയ്യുന്നുണ്ട്. ChatGPT നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കണക്കുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇസ്ലാമിൻ്റെ കണക്ക് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരും കേട്ടോ, പേടിക്കണ്ട. ആനമയിലോട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ആയിട്ടിരുന്നു. പറയും എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ തന്നെ പലപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വലിയ വലിയ പണ്ഡിത സഭകൾ ഇപ്പോൾ മറ്റേ September 11 നടന്നപ്പോൾ ഭയങ്കര ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാ മുസ്ലിം സംഘടനകളും വലിയ വലിയ കണ്ടിട്ടില്ല മുസ്ലിം പണ്ഡിതന്മാരുടെ കത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്. തള്ളി പറഞ്ഞിട്ടുണ്ടെന്നല്ല, തള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അതെ, അതല്ല, ഇനിയിപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും മദ്രസ കുട്ടികളൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ടോ നോക്കിയിട്ട് വേണം കേട്ടോ. രവീന്ദ്രൻ ഇതൊക്കെ ശ്രദ്ധിക്കണം. RCനോടാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരോടും കൂടി തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ബിൻ ലാദനെ ആരും തള്ളി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ തൊട്ടപ്പുറത്തെ മദ്രസയിലെങ്കിലും ഒന്ന് പോയി ചോദിക്കുക, ഇവിടെ ആരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ട് മാത്രമേ പറയാവൂ. ഓക്കെ, പണ്ഡിതന്മാർ ഒപ്പുവെച്ച കത്താണ് ബിൻ ലാദന് പോയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്നത് പിന്നെ മാനവിക വിരുദ്ധം എന്ന് മാത്രമല്ല, ഇസ്ലാം വിരുദ്ധമാണ്, ഖുർആനിന് വിരുദ്ധമാണ്, അതുപോലെ തന്നെ ഹദീസിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത സഭകളുടെയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളുടെയും എല്ലാം അവിടെയൊക്കെയുള്ള മുഫ്തിമാരും പണ്ഡിതന്മാരും എല്ലാവരും കൂടി കത്ത്. അങ്ങനെയുണ്ട്. ഈ രവി സാറിന് ഇതൊന്നും അറിയില്ല ഉണ്ടല്ലേ? നമ്മൾ ഫുള്ള് ടീം എല്ലാവരും കൂടെ ഒരുമിച്ച് കത്ത് അയച്ചിരിക്കണം മൂപ്പർക്ക്. ഏത് പോസ്റ്റ് ബോക്സിലേക്കാണെന്ന് അറിയില്ല.
പക്ഷെ എല്ലാവരും കൂടെ നമ്മൾ കത്തയച്ചിട്ടുണ്ട്. നമ്മൾ സൂപ്പറാണ്. ബാസിനും ടീമും വരെ കത്തയച്ചിട്ടുണ്ട്. അതെ. എന്നിട്ടാണ് ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. വളരെ മോശമായിപ്പോയി. എന്നിട്ട് ബില്ലാദിന് മറുപടി കിട്ടിയ ബാസിത്തെ എന്താണ് ബില്ലാദിന് മറുപടി പറഞ്ഞത്? എന്നിട്ട് ബില്ലാതെ അതിനെതിരെ മറുപടി അടക്കം നമുക്ക് കാണാൻ സാധിക്കും. അതെച്ചാൽ നിങ്ങൾ പറയുന്നത് ഇതൊന്നും ഇസ്ലാമികമല്ല, മുഹമ്മദ് നബി ഇതൊന്നും ചെയ്തിട്ടില്ല, അത് ഇസ്ലാമിൽ വിരുദ്ധമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇത് ചെയ്യുന്നത് പാശ്ചാത്യർ ഞങ്ങളുടെ കുട്ടികളെയും അതുപോലെ തന്നെ ഞങ്ങളുടെ നിരപരാധികളെയും കൊന്നു, ഞങ്ങൾ അവരുടെ കുട്ടികളെയും അവരുടെ നിരപരാധികളെയും കൊന്നു. നിങ്ങൾ പറയും മുഹമ്മദ് നബി നിരപരാധികളെയും സ്ത്രീകളെയും കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ നിയമമൊന്നും കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങളല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ബില്ലാദൻ മറുപടി കൊടുക്കുന്നത്. രവി സാറിന് ഇതൊന്നും അറിയില്ല. ഒന്നും കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങളല്ല, നമുക്കിതൊക്കെ പുല്ലാണ്, നമ്മൾ ഇസ്ലാമൊന്നും അല്ല എന്ന രീതിയിലാണ് എന്ത് ബില്ലാദിൻ്റെ മറുപടി. എന്നിട്ട് ആ ബില്ലാദിനെ വെച്ചിട്ട് ഞങ്ങൾ ഇസ്ലാമിനെ ഇടങ്ങാറാക്കാൻ നോക്കണം അല്ലേ? ബില്ലാദിന് പോലും ബാധയില്ല ഇത് ഇസ്ലാമിൻ്റെ, അങ്ങനെയല്ലേ ബാസിത്തെ അല്ലേ? ബാസിത്ത് പറഞ്ഞപ്പോൾ അങ്ങനെയാണ്, ബില്ലാദിന് പോലും അങ്ങനെ ഒരു വാദമില്ല ഇത് ഇസ്ലാമിൻ്റെ പേരിലാണ് ചെയ്യണതെന്ന്. ബില്ലാദൻ പറയണത് എന്താ, അത് നമ്മൾ അങ്ങനെ ചെയ്യുകയാണ്, യൂറോപ്യന്മാരൊക്കെ നമ്മളെ കൊന്നുകൊണ്ട് നമ്മൾ തിരിച്ചു കൊല്ലും, നമ്മൾ മോന്തക്കടിച്ച് നമ്മൾ കുത്തോടാ, ആ ലൈനിലാണ് ഇല്ലാതെ പറയണത്. അല്ലാണ്ട് ഇത് ഇസ്ലാമൊന്നും അല്ല. ഇസ്ലാമിൽ മുത്തുറസൂൽ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുതെന്നാണ്. പിന്നെ നമ്മളെങ്ങനെ ചെയ്യാത് അല്ലേ? ഇല്ലാതെ പോലും അത് സമ്മതിക്കുന്നുണ്ട് അല്ലേ? അങ്ങനല്ലേ? യുക്തിവാദികളൊക്കെ കേട്ടല്ലോ. എന്തെങ്കിലും യുക്തിവാദികളും എല്ലാവരും കേട്ടല്ലോ. ഈ വിഷയത്തിൽ ഇനി ഈ പറഞ്ഞ ആഷ്മി ബാക്കി കൂടെ പറഞ്ഞു തരും. ഇപ്പോൾ ശരിയാക്കി തരാം കേട്ടാ. ആഷ്മി പറ, എന്താണ് ബില്ലാദനെ പറഞ്ഞത്? പിന്നെ ഇവിടെ ബിൻ ലാദൻ ആൻഡ് ഓ ലോറൻസ് 2005 പുസ്തകം മെസ്സേജസ് ടു ദ വേൾഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒസാമ ബിൻ ലാദൻ എന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 117 ലാദൻ പറയുകയാണ്, they say that the killing of innocents is wrong and invalid, and for proof they say that the prophet forbade the killing of children and women, and that is true. It is valid and has been laid down by the prophet in an authentic tradition. But this forbidding of killing children and innocents is not set in stone. We treat others like they treat us. Those who kill our women and our innocent, we kill their women and innocent until they stop doing so. എന്ന് ബില്ലാദ് പറയുകയാണ്. എന്ന് ബില്ലാദ് പറയുന്നത് എന്താണ്? പാവങ്ങളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലരുതെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു നോക്കി അവിടെ ഇരിക്കട്ടെ, ഞങ്ങളോട് ചെയ്യുന്നത് ഞങ്ങൾ തിരിച്ചു ചെയ്യുന്നു എന്ന് പറയുകയാണ്. അയാളുടെ രാഷ്ട്രീയം ഇതൊന്നല്ല, ഇസ്ലാമിൻ്റെ നിയമമല്ല ബില്ലാദൻ പാലിച്ചത്. ബില്ലാദൻ സ്വന്തം അവനവനിസ്റ്റായിട്ട് പോയതാണ് എന്നാണ് ബില്ലാദൻ പറഞ്ഞതായിട്ട് ആഷ്മി ഇപ്പോൾ തെളിവ് വന്നത്. തീർന്നല്ല നിങ്ങളെ തെളിവ് വയ്ക്കൽ, തെളിവുകൾ നയിക്കട്ടെ എന്നല്ലേ ബാസിത് പറയാം. അതായത് ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല, അതൊന്നും കല്ലിക്കൊത്തി വെച്ച നിയമങ്ങളായി ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവര് ഞങ്ങളോട് ചെയ്ത് ഞങ്ങൾ തിരിച്ചും ചെയ്യും. ഇതാണ് ബില്ലാദന്റെ ന്യായം. എന്നിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു ഭീകരവാദിയെ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും തള്ളി പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ എന്നുള്ളത്. ഇതൊന്നും അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിക്കാൻ അത് മതി. മൂപ്പര് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതാണോ, ഈ ഏജപ്പാർ പറഞ്ഞ പോലെ ചിക്കിളി കിട്ടിയിട്ട് പറയുന്നതാണോ? എന്താണ് ചാണകം തെറിച്ചിട്ടുണ്ട്, ചാണകം തെറിച്ചിട്ടുണ്ട്, ചളിക്കുണ്ടിൽ ചാണകം തെറിച്ചിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്, ചാണകവും തെറിച്ചിട്ടുണ്ട്, ചളിക്കുണ്ടിലും വീണിട്ടുണ്ട്. ആ കോൺഫിഡന്റ് ഉണ്ടല്ലേ ബാസിത്തിന്റെ, ആ കോൺഫിഡന്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് വരുന്നില്ലേ അല്ലേ? യുക്തിവാദികളുടെ കാര്യം പോക്കാണ്. എന്താ കോൺഫിഡന്റ്, മുടിഞ്ഞ കോൺഫിഡന്റാ. അശ്മി നമുക്കൊന്നുകൂടെ വായിക്കാം എന്താണ് ഒസാമ ബിൻ ലാദൻ പറഞ്ഞതെന്ന്. ഓക്കെ, പുസ്തകത്തിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ മെസ്സേജസ് ടു ദ വേൾഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒസാമ ബിൻ ലാദൻ എന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 117 ലാദൻ പറയുകയാണ്. പേജ് നമ്പർ 117. ഓക്കെ, 117 എടുത്ത് വെച്ചു. ഇവിടെ ബിൻ ലാദൻ ആൻഡ് ഓ ലോറൻസ് 2005. അതാരാണ് ഈ ഓ ലോറൻസ്? ഓ ലോറൻസ് അല്ലല്ലോ ഈ പുസ്തകത്തിന്റെ അയാള്, ബ്രൂസ് ലോറൻസ് ആണ്. ബ്രൂസ് ലോറൻസ് തെറ്റിപ്പോയതായിരിക്കും. ഓക്കെ, 117 പേജ് വായിക്കാം. പോട്ടെ, തെറ്റ് ആർക്കും ഒരു തെറ്റൊക്കെ പറ്റും. 2005 പുസ്തകം മെസ്സേജസ് ടു ദ വേൾഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒസാമ ബിൻ ലാദൻ എന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 117 ലാദൻ പറയുകയാണ്, they say that the killing of innocents is wrong and invalid, and for 117 പേജിൽ അങ്ങനെ സാധനം ഇല്ലല്ലോ. പേജ് നമ്പർ മാറിപ്പോയാ ആഷ്മി? പേജ് നമ്പർ മാറിപ്പോയെന്ന് തോന്നുന്നു. ഇപ്പം ആഷ്മി പറഞ്ഞ സാധനം 118 പേജിലാണ്. ഓക്കെ, അതും തെറ്റിപ്പോയതാണ്. ഒരു തെറ്റ് ഏത് പോലീസുകാരനും പറ്റും, കുഴപ്പമില്ല. ഓക്കെ, പോട്ടെ. They say that the killing of innocents is wrong and invalid, and for proof they say that the prophet forbade the killing of children and women, and that is true. It is valid and has been laid down by the ഓക്കെ. അപ്പോൾ ഇത് എവിടെയാണ് ഈ പുസ്തകം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിളിൽ മെസ്സേജ് ടു ദ വേൾഡ് ബ്രൂസ് ലോറൻസ് എന്ന് ഇംഗ്ലീഷിൽ അടിച്ചിട്ട് അതിന് കഴിഞ്ഞിട്ട് ഇൻ്റർനെറ്റ് ആർക്കൈവ് എന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആദ്യത്തെ കിട്ടുന്ന ലിങ്കിൽ അത് പുസ്തകമുണ്ട്. പുസ്തകത്തിൽ കിട്ടണമെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്യണം. എന്നിട്ട് ബോറോ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ കാണാൻ പറ്റൂ. അത് ഒരു തീവ്രവാദവുമായി ബന്ധപ്പെട്ട ബുക്ക് ആയതുകൊണ്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതിനി സംശയമുള്ളവർക്ക് പോയി നോക്കാം. ഞങ്ങളുടെ അടുത്ത് സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇനി റിഫ്യൂട്ട് ചെയ്യാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അനോമലീസ് നിങ്ങൾ കൃത്യമായിട്ട് ആ പേജ് കാണിച്ചിട്ട് പറയണം. കള്ള ഹദീസ് വായിക്കരുത്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഹാഷ്മി ഇവിടെ വ്യക്തിപരമായിട്ട് പുള്ളി ഉദ്ദേശിച്ചത് വെളുപ്പിക്കലായിരിക്കാം. പക്ഷേ പുള്ളി ചെയ്ത ഒരു വലിയ പാതകം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഫുള്ളങ്ങ് വായിച്ചില്ല. ആ ഭാഗം ഫുള്ളായിട്ട് അങ്ങ് വായിച്ചിരുന്നെങ്കിൽ പ്രശ്നം തീർന്നേനെ. ആ കുറേ ഭാഗം ബില്ലാദൻ ഇങ്ങനെ നബി പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി പറയുന്നത് നബി അല്ലെങ്കിൽ മതത്തിനകത്ത് ഇങ്ങനെ ഉണ്ട്, അതായത് ഈ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലാനും വകുപ്പുണ്ട് എന്നുള്ളതാണ് പുള്ളി സാധൂകരിക്കുന്നത്. പക്ഷെ നേരെ വിപരീതമുള്ള ആശയമാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ബാക്കി നവാസ് പറഞ്ഞോട്ടെ. Prophet in an authentic tradition, but this forbidding of killing children and innocents is not set in stone. We treat others like they treat us. Those who kill our women and our innocent, we kill their women and innocent until they stop doing so. എന്ന് ബില്ലാതെ പറയുക. എവിടെ നാടോടിക്കാറ്റിൽ ചോദിച്ച മാതിരി ചോദിക്കണല്ലോ. എവിടെയാണ് വി കില്ലിംഗ് ഒക്കെ എവിടെയാണ്? 118 അത് പേജ് നമ്പർ തെറ്റിച്ച്. നവാസ് നമുക്ക് വലിയ ഭീഷണിയാണെന്നാ തോന്നുന്നത്. സാറില്ല, കുഴപ്പമില്ല. നല്ല സൂപ്പർ കണ്ടന്റ് ആണ് ഈ വീഡിയോ, നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട്. ഓക്കെ, പുള്ളി 119 അപ്പൊ അതിന്റെ ഇടയിൽ കുറെ സാധനം ഉണ്ടല്ലോ. അതിന്റെ ഇടയിൽ കുറെ സാധനം മുക്കിയാ. എന്താ സംഭവിച്ചത്? ദുടായിപ്പാണല്ലോ. അശ്മി, ഇത് കട്ടതാണോ വിട്ടതാണോ അതിന്റെ ഇടയിലുള്ളത്? അവിടെ നേരെ ഇതിലേക്കാണോ പോകുന്നത്? വി കിൽ ദെയർ വുമൺ ഇന്നസെന്റ് അൻറ്റിൽ ദേ സ്റ്റോപ്പ് ഡൂയിങ് സോ എന്ന് പറയുന്നത് 119 പേജാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് സാധനമുണ്ട്. ആഷ്മി ഇവിടെ ആഷ്മി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒസാമ ബിൻ ലാദൻ ചെയ്തതെല്ലാം അയാളുടെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ പെർവേർട്ടഡ് റിഗ്രസീവ് പൊളിറ്റിക്സ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാം എന്ന് പറഞ്ഞ മതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അത് ഒസാമ ബിൻ ലാദൻ തന്നെ പറഞ്ഞു എന്ന് പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിന് ഈ പറഞ്ഞ തൈസീർ അലൂനി എന്ന് പറഞ്ഞിട്ടുള്ള അൽ ജസീറയിലെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഒസാമ ബിൻ ലാദനായിട്ടുള്ള ഇൻ്റർവ്യൂ, ലോകത്തിനുള്ള സന്ദേശം എന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് ടു ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒസാമ ബിൻ ലാദനുമായിട്ട് നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂയുടെ അതൊരു ബുക്കായിട്ട് വന്നിട്ടുള്ള ആ ബുക്കിൽ നിന്നാണ് കോട്ട് ചെയ്യുന്നത്. ആ കോട്ട് ചെയ്യുന്നിടത്ത് ഒസാമ ബിൻ ലാദനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഒസാമ ബിൻ ലാദൻ മറുപടി പറയുമ്പോൾ ആ മറുപടിയുടെ 1-2 പോർഷൻസ് മാത്രം എടുത്തിട്ട് കോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഏതൊക്കെ ഭാഗങ്ങളാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്? അവിടെയാണ് ഇതിൻ്റെ ഉഡായിപ്പ്. ഈ പറഞ്ഞ ആളുകൾ ചെയ്യുന്ന ഉഡായിപ്പ് അതാണ്. ഒസാമ ബിൻ ലാദൻ പറഞ്ഞിട്ടുള്ള ഖുർആനോ ഹദീസോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ കോട്ടിങ്സോ ആണ്. എന്തിനു വേണ്ടി ചെയ്തിട്ടുള്ളത്? ഈ പറഞ്ഞ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഒസാമ ബിൻ ലാദന് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഇൻ്റർവ്യൂ ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചാൽ മനസ്സിലാവും. ആ പുസ്തകം ഇൻ്റർനെറ്റ് ആർക്കൈവ്സിൽ കാണാം, ആ പുസ്തകം കിട്ടും. ആ പുസ്തകത്തിലെ 118 പേജിൽ ഇങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്. തൈസീർ അലൂനി ചോദിക്കുകയാണ് ഒസാമ ബിൻ ലാദനോട്. അതായത് ഞാൻ ആഷ്മി പറഞ്ഞ കോട്ട് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ചോദ്യവും ഉത്തരവും കൂടെ അവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. തൈസീർ അലൂനി ഉസാമ ബിൻ ലാദനോട് ചോദിക്കുകയാണ്, സോ യു സേ ദാറ്റ് ദിസ് ഈസ് ആൻ ഐ ഫോർ എൻ ഐ, ദേ കിൽ അവർ ഇന്നസെന്റ് സോ വി കിൽ ദെയർ. എന്താണ് ചോദ്യം? അപ്പോൾ നിങ്ങൾ പറയുന്നത് കണ്ണിന് പകരം കണ്ണ് എന്നല്ലേ? അവർ നമ്മുടെ നിരപരാധികളെ കൊല്ലുന്നു, അപ്പോൾ നമ്മൾ അവരുടെ നിരപരാധികളെ കൊല്ലുന്നു. ഉസാമ ബിൻ ലാദൻ അതിന് മറുപടി എന്താണ് പറയുന്നത്? യെസ്, സോ വി കിൽ ദെയർ ഇന്നസെൻസ്. ദിസ് ഈസ് വാലിഡ് ബോത്ത് റിലീജിയസ്ലി ആൻഡ് ലോജിക്കലി. എന്താണ് ഉസാമ ബിൻ ലാദൻ പറയുന്നത്? അതെ, നമ്മൾ അവരെ നിരപരാധികളെ കൊല്ലുന്നു. ഇത് യുക്തിപരമായിട്ടും ഇസ്ലാമികപരമായിട്ടും ശരിയാണ്. പിന്നെ പറയണത്, ബട്ട് സം ഓഫ് ദി പീപ്പിൾ ഹു ടോക്ക് അബൌട്ട് ദിസ് ഇഷ്യൂ ഡിസ്കസ് ഇറ്റ് ഫ്രം എ റിലീജിയസ് പോയിന്റ് ഓഫ് വ്യൂ. എന്താണ്? പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചില ആളുകൾ മതപരമായ ഒരു വീക്ഷണകോണിലൂടെ സംസാരിക്കുന്നു. അപ്പം തൈസീർ അലൂനി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദെയർ പ്രൂഫ്? എന്താണ് അവരുടെ തെളിവ്? അപ്പോൾ ഉസാമ ബിൻ ലാദൻ അതിന് മറുപടി പറയുകയാണത്. അവിടെയാണ് ഹാഷ്മിൻ്റെ കോട്ട് തുടങ്ങുന്നത്. ദേ സേ ദാറ്റ് ദ കില്ലിംഗ് ഓഫ് ഇന്നസെൻസ് ഈസ് റോങ് ആൻഡ് ഇൻവാലിഡ് ആൻഡ് ഫോർ എ പ്രൂഫ് ദേ സേ ദാറ്റ് ദ പ്രൊഫറ്റ് ഫോർബേഡ് ദ കില്ലിംഗ് ഓഫ് ചിൽഡ്രൻ ആൻഡ് വുമൺ ആൻഡ് ദാറ്റ് ഈസ് ട്രൂ. ഇറ്റ് ഈസ് വാലിഡ്. ഇറ്റ് ഹാസ് ബീൻ ലെയ്ഡ് ഡൗൺ ബൈ പ്രൊഫറ്റ് ഇൻ ആൻ ഒത്തൻറ്റിക് ട്രഡീഷൻ. എന്താണ് പറയുന്നത്? നിരപരാധികളെ കൊല്ലുന്നത് തെറ്റും ശരിയല്ലാത്തതുമാണെന്ന് അവർ പറയുന്നു. അതിനുള്ള തെളിവായി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു. ഇത് ശരിയുമാണ്. അവിടെ ഉസാമ ബിൻ ലാദനെ ശരിവെക്കുകയാണ്. ഇത് ആധികാരികമായ ഒരു നിവേദനത്തിലൂടെ വന്നതുമാണ്. അപ്പോൾ തൈസീർ അലൂനി ചോദിക്കുകയാണ്, ദിസ് ഈസ് പ്രിസൈസ്ലി ഐ ആം ടോക്കിംഗ് അബൌട്ട്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ ആം ആസ്കിങ് യു അബൌട്ട്. അതാണ് ഞാൻ കൃത്യമായി സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് കൃത്യമായി
താങ്കളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഉസാമ ബിൻ ലാദൻ്റെ മറുപടി ഇങ്ങനെയാണ്. അവിടെയാണ് ഹാഷ്മി കോട്ട് ചെയ്യുന്നത്. ബട്ട് ദിസ് ഫോർബിഡിങ് ഓഫ് കില്ലിംഗ് ചിൽഡ്രൻ ആൻഡ് ഇന്നസെന്റ് ഈസ് നോട്ട് സെറ്റ് ഇൻ സ്റ്റോൺ. എന്താണ്? പക്ഷേ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നതിനുള്ള നിരോധനം കല്ലിൽ കൊത്തിവെക്കപ്പെട്ടതല്ല. അതുവരെ വായിച്ചിട്ട് ഹാഷ്മി ജമ്പ് ചെയ്യാണ്, അടുത്ത പേജിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യാണ്. എന്താണ് അത് കഴിഞ്ഞിട്ട് ഉസാമ ബിൻ ലാദൻ പറയുന്നത്? ആൻഡ് ദേർ ആർ അതർ റൈറ്റിംഗ് ദാറ്റ് അപ്ഹോൾഡ് ഇറ്റ്. എന്താണ്? സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നതിന് ഉയർത്തിപ്പിടിക്കുന്ന മറ്റ് എഴുത്തുകളുമുണ്ട്, അത് അപ്ഹോൾഡ് ചെയ്യുന്ന എഴുത്തുകളുണ്ട്. അതിൻ്റെ ശേഷം പറയാണ് ഗോഡ് സേയിങ്. ഉസാമ ബിൻ ലാദൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്, ഹാഷ്മി മുഖ്യ സ്റ്റേറ്റ്മെൻറ്റുകളിലൊന്നാണ് ഗോഡ് സേയിങ്. എന്താണ് ഗോഡ് പറയുന്നത്? ആൻഡ് ഇഫ് യു പണിഷ്, എന്നിട്ട് ബ്രാക്കറ്റിലിടാണ്, യുവർ എനിമി ഓ യുവർ ബിലീവർ വൺനെസ് ഓഫ് ഗോഡ്, then punish them with like of that with which you were afflicted. സൂറത്ത് നെഹലിലെ, അതായത് ഖുർആനിലെ 16-ാമത്തെ അധ്യായത്തിലെ 126-ാമത്തെ വചനമാണ്. എന്താണ് ആ വചനത്തിൽ പറയുന്നത്? നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ശത്രുക്കളെ ശിക്ഷിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എതിരാളികളിൽ നിന്ന്, അതായത് നിങ്ങളുടെ നേരെ ഉണ്ടായ ശിക്ഷാ നടപടിക്ക് തുല്യമായ നടപടി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. ഖാല അല്ലാഹു തആല. അല്ലാഹു തആല പറയുന്നതായിട്ടാണ് ഉസാമ ബിൻ ലാദൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണെന്ത്? അദ്ദേഹം പറഞ്ഞ അവിടെ നിർത്തുകയല്ല ചെയ്യണത്. ആ ആയത്ത് ചുമ്മാ എടുത്തിട്ട് കോട്ട് ചെയ്യല്ല ചെയ്യുന്നത്. ആ ആയത്തിന് തൊട്ട താഴെ വീണ്ടും കൊടുക്കുകയാണെന്ത്? ദ സ്കോളേഴ്സ് ആൻഡ് പീപ്പിൾ ഓഫ് ദി നോളജ് എമോങ് ദം സാഹിബ് അൽ ഇഖ്തിയാറത്ത്, അതായത് ഇബ്നു തൈമിയയുടെ ഒരു ഫിഖി പുസ്തകമാണ് സാഹിബ് അൽ ഇഖ്തിയാറത്ത്. അൽ ഇഖ്തിയാറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്, ഇഖ്തിയാറത്തിൻ്റെ എഴുത്തുകാരൻ. ആൻഡ് ഇബ്നു ഖയ്യിം ആൻഡ് ഷവാനി ആൻഡ് മെനി അതേഴ്സ് ആൻഡ് കുർത്തുബി. തഫ്സീർ എഴുതിയാളാണ് കുർത്തുബി, റഹിമഹുല്ല, ഗോഡ് ബ്ലസ് ഹിം, അദ്ദേഹത്തിന് ഇതുണ്ടാവട്ടെ. ഓക്കെ, എന്താണ് ഈ ആളുകൾ പറയുന്നത്? ഇൻ ഈസ് ഖുർആൻ കമൻട്രി, കുർത്തുബീനെ കുറിച്ച് പറയുന്നത് ഖുർആൻ കമൻട്രി സേ ദാറ്റ് ഇഫ് ദ ഡിസ്ബിലീവർ were to kill our children and women, then we should not feel ashamed to do the same to them, mainly to deter them from trying to kill our children and women again, and that is from a religious perspective. And those who speak without any knowledge and Islamic law, saying that killing children not a valid and what not. എന്നാണ് പറയുന്നത് അൽ ഇഖ്തിയാറാത്തിൻ്റെ രചയിതാവ്, അതായത് ഇബ്നു തൈമിയ. പിന്നെ പറയുന്നത് എന്താണ്? ഇബ്നു ഖയ്യിം, ഷവാനിയും അടക്കം പണ്ഡിതന്മാരിൽ നിന്നും അറിവുള്ളവരിൽ നിന്നും കുർത്തുബി റഹിമഹുല്ല തൻ്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറയുന്നു. അവരിൽ നിന്നാണ് ഈ പറയുന്നത്. എന്താണ് റഹിമഹുല്ല പറഞ്ഞത് ഖുർആൻ വ്യാഖ്യാനത്തിൽ? അവിശ്വാസികൾ നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുകയാണെങ്കിൽ അവരോടും അത് തന്നെ ചെയ്യാൻ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. പ്രധാനമായും നമ്മുടെ കുട്ടികളെയും സ്ത്രീകളെയും വീണ്ടും കൊല്ലുന്നതിൽ നിന്ന് അവരെ തടയാൻ വേണ്ടി ഡിറ്ററൻ്റായിട്ട്, അതൊരു മതപരമായ പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ്. അതൊരു മതപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇസ്ലാമിക നിയമത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാത്തവർ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് ശരിയല്ല എന്ന് പറയുന്നു. ഇതാണ് ആര് മുക്കിയത്? ഹാഷ്മി മുക്കിയത്. എന്ന് ബിലാൽ പറയുന്നത് എന്താണ്? പാവങ്ങളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലരുതെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു നോക്കി അവിടെ ഇരിക്കട്ടെ, ഞങ്ങളോട് ചെയ്യുന്നത് ഞങ്ങൾ തിരിച്ചു ചെയ്യുന്നു എന്ന് പറയുകയാണ്. അത് അയാളുടെ രാഷ്ട്രീയമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം ഹാഷ്മി വായിച്ചിട്ട് പോലില്ല എന്ന് തോന്നുന്നത്. ഈ പുസ്തകത്തിലെ ഈ കൊട്ടേഷൻ, ഈ ഭാഗം മുക്കിയിട്ട് ഹാഷ്മിക്ക് അയച്ചതെന്ന് ഹിറാ സെൻറ്ററിൽ നിന്നാണോ, മർക്കസ് ദേവയിൽ നിന്നാണോ, അല്ലെങ്കിൽ CD ടവറിൽ നിന്നാണോ എന്നറിയില്ല. ഈ പുസ്തകത്തിലെ ഈ കോട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഉസാമ ബിൻ ലാദൻ സ്വന്തം അവനവനിസ്റ്റായിട്ട്, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട്, സ്വന്തം രാഷ്ട്രീയം അവിടെ ഉപയോഗിച്ചിട്ടുള്ള, ഹാഷ്മി ഉപയോഗിച്ചിട്ടുള്ള വാക്ക് പെർവേർട്ടഡ് പൊളിറ്റിക്സ് ആണ്. പെർവേർട്ടഡ് പൊളിറ്റിക്സ് ഒസാമ ബിൻ ലാദൻ്റെ പൊളിറ്റിക്സ് അല്ല, ഖുർആനിൻ്റെ പൊളിറ്റിക്സ് ആണ്, മുഹമ്മദിൻ്റെ പൊളിറ്റിക്സ് ആണ്, അള്ളാഹുവിൻ്റെ പൊളിറ്റിക്സ് ആണ്. അതാണ് ഹാഷ്മി അവിടെ ആ ചോദ്യം, തെറ്റായ ഒരു ചോദ്യം ചോദിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഹാഷ്മി ചെയ്തിട്ടുള്ള വൃത്തികെട്ട നീചമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ നമ്മൾ തുറന്നു കാണിക്കുന്നത്. അൺമാസ്കിങ് അനോമലീസിലുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? അവരും ഈ പുസ്തകം വായിച്ച് കോട്ട് ചെയ്യല്ല ചെയ്യുന്നത്. അവരുടെ നമ്പർ വേറെയാണ്. നമ്മൾ ഹാഷ്മിയെ കോട്ട് ചെയ്തു എന്ന് ആളുകൾ, അതാണ് ഇതിലൊക്കെ ഹൈലൈറ്റ്. അതെ അതെ. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാനൊരു പഴുതുണ്ട്, ജാമ്യമുണ്ട്. ഇനി ഈ ഹദീസ് ഏതാണെന്ന് ഇപ്പോൾ സ്ക്രീനിൽ ഗൂഗിൾ കാണിച്ചിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുമോ? ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഗൂഗിൾ കാണിച്ചിട്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഒരു സെക്കൻഡ് ഒരു വിൻഡോ എടുക്കാം. ഇതിൽ ഡിസ്പ്ലേ ചെയ്യണ്ടേ? ജസ്റ്റ് ഒന്ന് കുറച്ച് നേരത്തേക്ക് അത് സ്ക്രീൻ കാണിച്ചാൽ മതി. ഞാൻ കാരണം ഇതൊരു പ്രത്യേക തരം ഗൂഗിൾ സെർച്ചാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ വേറെ ഒരു ലിങ്കും വരുന്നില്ല. ഈ ലിങ്കാണ് മെയിനായിട്ട് കാണുന്നത്. ഇത് ഈ ഞാൻ കീവേഡ് അടിച്ചു തന്നിട്ടുണ്ട്.
എന്നിട്ട് സ്പേസ് ഹദീസ് എന്ന് മാത്രം അടിച്ചാൽ മതി. അല്ലെങ്കിൽ ദേ ആർ ഫ്രം ദം, ഇപ്പൊ ഞാൻ അടിച്ചത് മാത്രം തന്നാൽ മതി. വന്നു. ഓക്കെ, എന്താണ് അടിക്കേണ്ടതെന്ന് പറയൂ. കാണുന്നുണ്ടോ? ഇല്ല. യെസ്, ഇപ്പൊ കാണാം. എന്താണ് അടിക്കേണ്ടത്? ആർ ദേ സ്പേസ് ആർ ഫ്രം ദം. എൻ്റെ അടിച്ചോക്കി കണ്ടാ, ഇതെന്താ ഈ ജിഹാദ് ഇതൊക്കെ വരുന്നത്? ദേ ആർ ഫ്രം ദം എന്നുള്ളത് ന്യൂട്രലായ ഒരു കാര്യമല്ലേ? താഴോട്ട് പോയൊക്കെ ഒരു ഹദീസ് നിങ്ങൾക്ക് കാണാം sunnah.com. ഇത് പണ്ട്, ഇപ്പൊ ഒരു മുഖ്യതാണെന്ന് അറിയില്ല, പണ്ട് ഈ ദേ ആർ ഫ്രം ദം അടിച്ചാൽ sunnah.com ആ ഹദീസാണ് ആദ്യം വരുന്നത്. ഓക്കെ, താഴോട്ട് പോയൊക്കെ sunnah.com ഒരു ഹദീസ് കാണാൻ പറ്റും. ഇതിലെവിടെ കിടക്കേണ്ടത്? അല്ല, താഴോട്ട് നോക്കുള്ളൂ. അത് എവിടെ കിടക്കുന്നത്? നമുക്ക് sunnah.com ഇവരെ ഒറിജിനൽ സോഴ്സ് എടുക്കാമല്ലോ. ഇത്രേ ഉള്ളൂ, ഇതിൽ സുന്നയില്ലല്ലോ. അല്ല, താഴോട്ട് അടുത്ത പേജിലേക്ക് നോക്കുള്ളൂ. ഇവിടെ എനിക്ക് എൻ്റെ സൈഡിൽ കാണുന്നുണ്ട് സഹീഹ് മുസ്ലിം 1745 എന്ന് കാണുന്നുണ്ട്. അത് വേണമെങ്കിൽ ഹദീസ് കൂടി ചേർത്താ വരുള്ളൂ. അതെ, അല്ല ഇവിടെ കണ്ടില്ലേ ഹദീസ്, അത് പേജ് വ്യത്യാസമുള്ളൂ. ഓക്കെ, അടിച്ചോളൂ, ഓപ്പൺ ചെയ്തോളൂ. അതെ. അപ്പോൾ മുത്ത് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൊല്ലരുത് എന്ന് പറഞ്ഞു എന്ന് പറയാറുണ്ട്. ഇവിടെ നോക്കുക, ആ വാചകം ഒന്ന് വായിച്ചു. നൈറ്റ് റൈഡ്സ്, രാത്രി. എന്തൊരു നല്ല മനുഷ്യൻ. അറിയാണ്ട് കൊന്നാന്ന് പറഞ്ഞാൽ മതി. അതെ. Reported on the authority of Sa'b that the Prophet of Allah, when asked about the women and children of the polities being killed during the night raids, said, they are from them. അത് നിങ്ങൾ കാര്യാക്കണ്ട, അവരും അവരിൽപ്പെട്ടവരാണ്. പ്രമുഖ ഗൂഗിൾ സെർച്ച് കൂടിയാണ് ഇത്. വെറും ദേർ ഫ്രം ദം, അതൊരു മതമായ ഒരു ബന്ധമല്ല, പക്ഷെ അത് പ്രമുഖ കോട്ടായി മാറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ താഴെ നിങ്ങൾ അറബിയിൽ നോക്ക്, ഈ കാല റസൂലുള്ള കാലല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് തെണ്ടിത്തരം പറഞ്ഞാലും അതങ്ങ് എടുക്കും മതത്തിലെ ആൾക്കാർ. അതാണ് ദേർ ഫ്രം ദം എന്ന് പറഞ്ഞാൽ അവരിൽപ്പെട്ടവരാണ്. മുഹമ്മദിന്റെ ആളുകൾ മുഹമ്മദിനോട് ചോദിച്ചു, ഈ പെണ്ണുങ്ങളും സ്ത്രീകളും ഒക്കെ അതിൽ പെട്ടുപോയി, അല്ലെങ്കിൽ മുശ്രിക്കുകളെ ഞങ്ങൾ റെയ്ഡ് ചെയ്തപ്പോൾ പെട്ടുപോയി, അത് പ്രശ്നമല്ല, അല്ലെങ്കിൽ അവർ പെടുമെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് പറയാണ്, അത് അവരിൽപ്പെട്ടവരാണ്, അത് ഓരോ ആൾക്കാരല്ലേ എന്ന്. എന്തൊരു ഗോത്രീയത ചിന്തയില്ലാത്ത സമഭാവനയുള്ള മതം അല്ലേ? അതെ, ബാക്കി പ്ലേ ചെയ്യാം അല്ലേ? തെറ്റിദ്ധരിപ്പിക്കുക. അവർക്കും ഈ പുസ്തകം ചെക്ക് ചെയ്യാം, ഈ പുസ്തകത്തിൽ ഇങ്ങനെയാണോ പറഞ്ഞതെന്ന്. അബ്ദുള്ള ബാസിൽ ആഷ്മിയെ കോട്ട് ചെയ്തിട്ട് അവിടെ അബ്ദുള്ള ബാസിൽ പറയുന്നത് എന്താണ്? ഉണ്ടോ, ഉസാമ ബിൻ ലാദന് പോലും ഈ വാദമില്ല. എങ്ങനെയുണ്ട് തരികിട? ഉസാമ ബിൻ ലാദന് പോലും ഈ വാദമില്ല, ഞാൻ ഇസ്ലാമികമാണ് ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞു? ഉസാമ ബിൻ ലാദൻ പറയുന്നത് ഇത് ഇസ്ലാമികമാണെന്നുള്ള വാദമാണ് ഇവിടെ വയ്ക്കുന്നത്. ഖുർആൻ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഉസാമ ബിൻ ലാദൻ ഈ വാദമില്ലെന്ന് ആഷ്മി പറയുമ്പോഴും ഇസ്ലാമികമാണെന്നുള്ള വാദം ഉസാമ ബിൻ ലാദൻ ഇല്ല എന്ന് ആഷ്മിയെ കോട്ട് ചെയ്തിട്ട് അൺമാസ്കിങ് അലോമിനീസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാരെ മേത്താണ് ചാണകം തീർച്ചത്? ആരാണ് കുഴിയിൽ വീണത്? ഇവിടെ എല്ലാ മുസ്ലിങ്ങളും ഇതുപോലെ തീവ്രവാദികളാണെന്നല്ല പറയുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്താണ്? ഈ മതത്തിൻ്റെ പുസ്തകവും ഈ പ്രമാണങ്ങളും വെച്ച് തീവ്രവാദം ചെയ്യുന്ന ആളെ നമ്മളാളല്ല എന്ന വാദം വയ്ക്കുകയാണ്. എന്താണ്? സമൂഹത്തിൽ നാണക്കേടാണ്. ഈ പറഞ്ഞ ഗോത്രകാല നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്നും കണ്ണിന് പകരം കണ്ണ് എന്നുള്ള നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് ആളുകളെ തീവ്രവാദം ഉപയോഗിച്ചിട്ട് കൂട്ടക്കൊല ചെയ്യുമ്പോൾ അതിന് മറുപടി പറയാൻ ലജ്ജിച്ചുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യാണ്? ഒരു നുണപ്രചരണം നടത്തുകയാണ്. ഉസാമ ബിൻ ലാദന് പോലും ഇല്ലാത്ത വാദമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉസാമ ബിൻ ലാദൻ ഇത് ഇസ്ലാമികമാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം എന്നൊക്കെ പറയുമ്പോൾ ഉസാമ ബിൻ ലാദൻ എന്ന് പറഞ്ഞാൽ തീവ്രവാദി ചെയ്തത്. എന്നിട്ട് നമ്മളാളല്ല, നമ്മളാളല്ലേ, നമ്മളൊന്നും അറിയില്ലേ, നമ്മളെ ഇസ്ലാം ഇപ്പോഴും ഭയങ്കര കിടിലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നിങ്ങളോട് ചോദിക്കാതെ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് മാത്രമാണ്. ഇവിടെ നമ്മൾ തെളിയുന്നത് എന്താണ്? ഇവിടെ ഒസാമ ബിൻ ലാദൻ ഈ പറയുന്നതിന് ഇസ്ലാമികമായിട്ടുള്ള ഖുർആനിൻ്റെ പ്രവാചകൻ്റെ വചനത്തിൻ്റെ തഫ്സീറുകളുടെ ആധികാരികത വെച്ചിട്ട് അതിനെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഇസ്ലാമല്ല എന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. ഒസാമ ബിൻ ലാദന് ഇസ്ലാമികപരമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി സ്ത്രീകളെ ഒസാമ ബിൻ ലാദന് അറബി അറിയില്ല എന്ന് പോലും പറയാൻ പറ്റില്ല. അതാണ് ഗതികേട്. അതെ, പുള്ളി സൗദി പൗരനും കൂടിയാണ്. സ്ത്രീകളെയും കൊല്ലുന്നതിനെ കുറിച്ച് നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇതേപോലെ സംഭവങ്ങൾ കിട്ടും.
ഞാൻ ആ വിഷയത്തിലേക്കല്ലേ പോകും. നമ്മൾ ഒസാമ ബിൻ ലാദനെ കുറിച്ചിട്ട് പറയുന്നതിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇത് മലയാളത്തിലുള്ള സഹീഹ് മുസ്ലിമിൻ്റെ പരിഭാഷയാണ് IPH പുറത്തിറക്കിയ. അതൊന്ന് വായിക്കാം. 1134 ഹദീസ്. ഈ sunna.com റെഫറൻസ് ഇവിടെ കാണാം. നിശാ യുദ്ധത്തിൽ ശത്രുവിൻ്റെ മക്കൾ വധിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടൊരു സബ് ഹെഡിങ് കൊടുത്തിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ്? സഅബ് ബിനു ജസാമയിൽ നിന്ന് രാത്രി കാലത്ത് നടക്കുന്ന യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ സ്ത്രീകളെയും കുട്ടികളെയും വധിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് നബിയോട് ആരോ ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? മോശമായിപ്പോയി, അങ്ങനെ ചെയ്യരുതായിരുന്നു, അത് ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്നൊന്നല്ല പറഞ്ഞത്. മുത്തറസൂല് പറയുകയാണെന്ത്, അവരും അവരിൽപ്പെട്ടവരാണ്. അതിൻ്റെ മുകളിൽ മറ്റേ ഹദീസുണ്ട്. അതായത് ഒസാമ ബിൻ ലാദൻ ശരിവെക്കുന്ന ഹദീസുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസും ഉണ്ട്. മനസ്സിലാക്കണം, 2 ഹദീസുണ്ട്. അതിൻ്റെ മുകളിലും താഴെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുത് എന്ന് പറഞ്ഞത്? അതിന് വേറെ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടാവാം അല്ലേ? ആദ്യം പറഞ്ഞത് അവരിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. വേറൊരു ഹദീസ് പറയുന്നത് അത് കൊല്ലരുതെന്ന്. ഒസാമ ബിൻ ലാദൻ്റെ ന്യായം എന്താണ്? ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞ അതേ ന്യായമാണ്. അവരെന്താണോ ചെയ്തത് അതേപോലെ തിരിച്ച് ചെയ്യാം. ശത്രുക്കളെ ശിക്ഷിക്കുമ്പോൾ അവർ നമ്മളുടെ കുട്ടികളെ കൊല്ലുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് കൊല്ലാം. അപ്പോൾ ഇത് ഇസ്ലാം അല്ല എന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. നമുക്ക് ഭയങ്കര ബോറാണ്. അതിനുള്ള പണി ഹാഷ്മി എടുത്തത് ഭയങ്കര ബോറായിട്ടുണ്ട്. അതായത് 24 പോലുള്ള ഒരു മലയാളത്തിലുള്ള ഒരു ന്യൂസ് ചാനലിൽ ഇരുന്നിട്ടാണ് ഒരു തീവ്രവാദീനെ അങ്ങ് ശരിയാക്കി എടുക്കുകയാണ്. ഓൻ നമ്മളിൽപ്പെട്ടവനല്ല, ഈ വീഡിയോ സബ്ജക്റ്റ് പറഞ്ഞ പോലെ ഓൻ നമ്മളെ ആളല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ രീതിയിലൊക്കെ നുണ പറഞ്ഞ ആളുകളെ പറ്റിച്ചിട്ട് ഈ ചോദ്യം ഈ പറഞ്ഞ വേറെ ആളുടെ കോട്ട് എടുത്തിട്ട് വേറെ ആളുടെ ചോദ്യം അയാൾ ആ സമയത്ത് ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് രവീന്ദ്രൻ ആ ചോദ്യം ചിലപ്പോൾ അങ്ങനെ ആ രീതിയിൽ വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇയാൾ നുണ പറഞ്ഞ് ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് തെറ്റായ ചോദ്യം ചോദിച്ചിട്ടാണ് ഒരാളെ പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമം അവിടെ നടത്തിയിട്ടുള്ളത്. അത് ഭയങ്കര ബോറ് പരിപാടിയാണ്. ഇനി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലരുത് എന്ന് പറയുന്നതിൻ്റെ ന്യായം പറയുന്ന അതിനൊരു കാരണമുണ്ട്, ന്യായമുണ്ട്. ഇത് ഉംദത്തു സാലിക് എന്ന് പറയും, ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ഇതിൽ കിസാസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. കിസാസിനെ കുറിച്ച് പറയുന്ന ഒരു ഏരിയ. ഹർബിയായ കാഫിറിൻ്റെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നാൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതില്ല. കാരണം അവരെ കൊല്ലൽ ഹറാമല്ലെങ്കിലും അത് അള്ളാഹു താലായുടെ ഹക്കിന് വേണ്ടിയല്ല. അത് ഹറാമല്ല, പക്ഷെ അള്ളാഹു താലാൻ്റെ ഹക്കിന് വേണ്ടിയല്ല. എന്താണ്? ഗനീമത്തുകാരുടെ ഹക്കിന് വേണ്ടിയാണ്. അതായത് ഗനീമത്ത് മുതലാണ്. സ്ത്രീകളും കുട്ടികളും ഒരു ഗനീമത്ത് മുതലായതുകൊണ്ടാണ് അവരെ കൊല്ലേണ്ടതെന്ന് പറയുന്നത്. അതിനെന്തില്ല, പ്രായശ്ചിത്തം ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇസ്ലാമിൽ. യുദ്ധത്തടവുകാർ അതാണ് കാരണം, അല്ലാതെ സ്നേഹം കൊണ്ടല്ല സുഹൃത്തുക്കളെ. ഇവർക്ക് അനുകമ്പ കൊണ്ടും ദയ കൊണ്ടും അല്ല. ആ പിടിച്ചതിന്റെ വീതം പറ്റണ്ടേ? നമ്മളിപ്പോ ഒരു വീട്ടിൽ കയറി മോഷ്ടിക്കാന്നിരിക്കാം, അവിടെ ഫുള്ള് അടിച്ച് പൊളിക്കോ? ഇല്ല, കാരണം നമുക്ക് അത് എടുത്തോണ്ട് പോകാനുള്ളതല്ലേ. അതുകൊണ്ടാണ് ആ യുക്തി വെച്ചിട്ടാണ് കൊല്ലാത്തത്. ഇപ്പൊ മനസ്സിലാക്കാം. ഇനി കൊല്ലണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇതാണ് കാരണം. അവിടെയാണ് ഇവർ മറ്റേ മാനവികത തുളുമ്പുന്ന അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഒരു യുദ്ധം നടക്കുമ്പോൾ സ്വത്തായിട്ട് കിട്ടുന്നതാണ് സ്ത്രീകളും കുട്ടികളും. അതുകൊണ്ടാണ് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത് എന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ട് നമ്മുടെ ഭൂലോകത്തേക്ക് അവതരിച്ചിട്ടുള്ളത്. അങ്ങനെയുണ്ട്. ഈ ഒസാമ ബിൻ ലാദനെ കുറിച്ചിട്ട് ഇപ്പോൾ നേരത്തെ ഭയങ്കര പ്രഘോഷണം നടത്തുന്നുണ്ട്. ഈ ചളിക്കുയിലേക്ക് ആരൊക്കെയാണ്, ചാണകക്കുയിലേക്ക് ആരൊക്കെയാണ് വീഴുന്നതെന്ന് നോക്കാം. അബ്ദുള്ള അബ്ബാസിലൊക്കെ ഭയങ്കര ആരെങ്കിലും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യും. നമ്മളൊക്കെ കുറേ കത്തയച്ചത്, നമ്മളൊക്കെ കത്ത് കുറേ അയച്ചിട്ടുണ്ട്, നമ്മൾ കുറേ വാട്സപ്പ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഒസാമ ബിൻ ലാദന് കുഴപ്പമില്ല, ആരെങ്കിലും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുമോ എന്ന്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ കേരളത്തിലെ സംഘടനകൾ ഒസാമ ബിൻ ലാദനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മുജാഹിദ് വിഭാഗത്തിലെ അനസ് മൗലവിയിലേക്ക് പോവാം. അനസ് മൗലവി ഈ വിഷയത്തിൽ എന്താണ്, ഒസാമ ബിൻ ലാദനെ കുറിച്ച് ഏതെങ്കിലും ഇസ്ലാമിക സംഘടനകൾ എഴുതിയിട്ടുണ്ടോ എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. അത് നല്ലൊരു സംഭവമായിരിക്കും അല്ലേ? അനസ് മൗലവി എന്താ പറയണമെന്ന് കേൾക്കാം. ഓരോന്ന് വായിക്കാൻ നേരില്ല, ഓരോന്ന് വായിക്കാൻ ഒരു കഷ്ണമാണ് ഫേസ്ബുക്കിൽ വിട്ടത്. അതാ ഇപ്പോൾ വൈറലായത്. അമീറുൽ മുഅ്മിനീൻ ഉസാമ ബിൻ ലാദൻ. ആരാണത്? ആരാത്? നിങ്ങൾ മനസ്സിലാക്കണം. 2001 ഒക്ടോബർ. അതെന്താ പറയുന്നത്? മുസ്ലിം ലോകത്ത് 2 ആൺകുട്ടികളാണുള്ളത്, സദ്ദാം ഹുസൈനും ഉസാമയും. 2 ആൺകുട്ടികൾ. 2001 ഒക്ടോബർ മാസത്തിൽ സെൻസിംഗ് എഴുതുകയാണ്. മാത്രമല്ല സെൻസിംഗ് 2001 ഒക്ടോബറിൽ തന്നെ എഴുതുകയാണ്, കനൽ പദങ്ങളിലെ സിംഹം ഉസാമ ബിൻ ലാദൻ. കനൽ പദങ്ങളിലെ സിംഹം.
മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആണല്ലേ, വഹാബിയാണല്ലേ, വഹാബിസമാണല്ലേ. ഈ 2001 ഒക്ടോബർ സെൻസിങ് നമ്മുടെ പത്രം അല്ല എന്ന് പറയും. പറഞ്ഞു നോക്ക്, മുടി പോലാവൂല, സരത ഇട്ട് തരും. പറയേ സെൻസിങ് നമ്മുടെതല്ല, അത് പറഞ്ഞു നോക്ക്. അത് നമ്മുടെ ജാലിയാവാലാന്റെ മുടി പോലെ സരദില്ലാത്തതാകൂല. ഇതിനൊക്കെ കൃത്യമായ സരതുണ്ട്. സെൻസിങ്ങിലെ കനൽപദങ്ങളുടെ സിംഹം ആരാ? സിംഹം പുലി, സിംഗപ്പുലി. ഇതാണ് എന്താണ് എഴുതിയിട്ടുള്ളത്? KP അബ്ദുറഹ്മാൻ ഉസാമ കുറിച്ച് എഴുതാണ്. എന്താണ് എഴുതിയതെന്ന് വായിക്കാം. ഗാംഭീര്യമുറ്റിയ ശിരസ്, തലയിൽ പാണ്ഡിത്യത്തിൻ്റെ പ്രതീകമായ വാലൻ തലപ്പാവ്, നീണ്ട താടി, ചുണ്ടിൽ എളിമയുടെ പുഞ്ചിരി, ഒരേ സമയം ശത്രുക്കളെയും മിത്രങ്ങളെയും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്. ഇതിലെ മനസ്സാണ്. സൗദി അറേബ്യയിലെ ധനാഢ്യനായ മുഹമ്മദ് ലാദൻ്റെ പുത്രൻ ഉസാമയ്ക്ക് ഇന്ന് ഒരു വീരനായകൻ്റെ പരിവേഷം. ഉസാമ ചിലരുടെ കണ്ണുകളിൽ കൊടിയ ഭീകരനാണ്. ചിലർക്കെങ്കിലും സ്നേഹത്തിൻ്റെ പ്രതീകവും. തീവ്രവാദവും വിഘടന വിധ്വംസക ഭീകര പ്രവർത്തനങ്ങളെയും എന്നും നിരുത്സാഹപ്പെടുത്തിയ പ്രവാചകൻ്റെ അനുയായിയാണ്. ഓക്കെ, അനുയായി കേട്ടോ. ഇസ്ലാം ഒരിക്കലും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇല്ല, നമ്മൾ അങ്ങനത്തെ ടൈപ്പല്ല. ഉഹുദ് മലയെ ശത്രുക്കളുടെ മേൽ മറിച്ചിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അരുതെന്ന് പറഞ്ഞ പ്രവാചകൻ്റെ അനുയായികൾ സമാധാനകാംക്ഷികളാണ്. എന്നിട്ടും അന്തർദേശീയ ഫാസിസ്റ്റ് സയനിസ്റ്റ് മീഡിയകളുടെ പ്രചരണങ്ങളിൽ ഇവിടെ ഇതാ ഒരു സമുദായവും വ്യക്തിയും കൊടിയ ഭീകരതയുടെ ഉദാഹരണങ്ങളാകുന്നു. അല്ലേ? ആ ലൈനാണ് മൊത്തം. ഈ പ്രചരണ കുത്തൊഴുക്കിൽ അടിച്ചമർത്തലിനെ പ്രതിരോധിക്കാൻ ആരെങ്കിലും രംഗത്ത് വരാൻ, അവരുമായി കുരിശി യുദ്ധത്തിന് തയ്യാറാകുവാൻ മറ്റൊരു കൂട്ടർ. ഉസാമ ഒരിക്കലും തീവ്രവാദിയാകാൻ ആഗ്രഹിച്ചതല്ല. അതെ, ആളൊരു പാവമായിരുന്നു. സാഹചര്യം ഉസാമയെ ചിലരുടെ ശത്രുക്കളാക്കി. അങ്ങനെ 21,500 കോടി ഇന്ത്യൻ രൂപയുടെ, അതായത് $500 കോടി ആസ്തി. ഇപ്പോൾ ഡോളറിൻ്റെ പ്രൈസ് എന്താ അറിയില്ല കേട്ടോ, നോക്കണേ. ആസ്തിയുള്ള കുടുംബത്തിൽ ജനിച്ചു. സ്വന്തമായി തന്നെ $30 കോടി സ്വത്തുള്ള, അതിൻ്റെ കൺവേർഷനിൽ ഇട്ടിട്ടില്ല, നേരത്തെ കൺവേർഷൻ ഇട്ടുണ്ട്. ഓക്കെ, $30 കോടി സ്വത്തുള്ള സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദധാരിയും എഞ്ചിനീയറുമായ ഈ 44കാരൻ വർഷങ്ങളോളം ജീവിതം ചിലവഴിച്ചത് ഒരു ഇരുളടഞ്ഞ ഗുഹയിലാണ്. ഒരു പാവം, അയ്യോ കഷ്ടമാണ്. മണിമാളികകളിൽ സുഖലോലുഭനായി കഴിയാവുന്ന ജീവിതം എന്തുകൊണ്ട് പഞ്ചശീൽ ഹിന്ദുകുഷ് പർവ്വത നിരകളിൽ വിജനമായ പ്രദേശത്ത് ടെലിഫോൺ ബന്ധങ്ങളില്ലാതെ, നെറ്റ് സൗകര്യങ്ങളില്ലാതെ കൂനിക്കുനിഞ്ഞ് ചിലവഴിച്ചു? ഇവിടെയാണ് ആ വിപ്ലവകാരിയുടെ കഥ ആരംഭിക്കുന്നത്. കാരുണ്യ പ്രവർത്തനത്തിനിറങ്ങി പ്രതിരോധത്തിൻ്റെ മാർഗം സ്വീകരിക്കാൻ നിർബന്ധിതനായ ഒരു വിശ്വാസിയുടെ കഥ. മിഷണറി പ്രവർത്തനത്തിന് തലവേദന സൃഷ്ടിക്കുകയും മംഗൾ സാമിൻ്റെ ഉറക്കം കെടുത്തുകയും ചെയ്ത ഒരു വിപ്ലവകാരിയുടെ ധീരകഥയാണ്. ഈ സാധനം ഒരിക്കൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് താലിബാൻ പത്രമല്ല, അത് കേരളത്തിലെ AP സുന്നിക്കാർ ജി സുധാകരൻ ഇതിനെക്കുറിച്ച് എഴുതിയൊരു കവിത, ബിൻ ലാദനെ കുറിച്ച്. അത് ഞാൻ ഫേസ്ബുക്കിൽ ഒന്ന് ഇട്ടതേ ഓർമ്മയുള്ളൂ, പിന്നെ ബാനാണ്. അവിടെ ഭയങ്കര മോണിറ്ററിംഗ് ആണ്. മലയാളത്തിൽ ഇട്ടാലും പ്രശ്നമാണ്. അത് ഫോട്ടോ ഇതിൽ യൂട്യൂബിൽ അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു. നമ്മളിത് മുന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ചില ആളുകൾ പറഞ്ഞു ഇത് നേരത്തെ പറയണമായിരുന്നു എന്ന്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബിൻ ലാദനെ എങ്ങനെയാണ് ഇവിടെ എന്താ പറയുക ഒരു ഹീറോയിക് പരിവേഷം കൊടുത്ത് കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച്. എന്തായാലും ബാക്കി കേൾക്കാം. ഇസ്മായിൽ ബഫ ആരാണെന്നൊന്ന് പരിശോധിച്ചാൽ മതി. ആ ഇസ്മായിൽ ബഫയാണ് പറഞ്ഞത് ലോകത്ത് രണ്ട് സിംഗങ്ങളോ എന്തോ സാധനമുണ്ട്. അതിലൊന്ന് സദ്ദാമും ഒന്ന് ഒസാമ ബിൻ ലാദനുമാണ്. സൂപ്പറാണ് രണ്ടാൾക്കാരും. മറ്റേ ആൾക്കാരെ കഥ നമ്മൾ വരുന്ന ഒരു ദിവസം എടുക്കാം. സദ്ദാം ഹുസൈനെ പോസ്റ്റർ ഒട്ടിക്കുന്ന ടീം വേറെ ഉണ്ട്. അത് നമുക്ക് വേറെ എടുക്കാം. ഇവരൊക്കെ ചെയ്ത് കൂട്ടിയാൽ എന്താക്കിയാന്ന്. വീരനായകനാണ്. ഇങ്ങനെയുണ്ട്. അനസ് മൗലവി അവിടെ നിർത്തുന്നില്ല. അനസ് മൗലവി കണ്ടിന്യൂ ചെയ്യാണ്. അനസ് മൗലവിയിലേക്ക് പോവാം. എന്താ അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ട്, കേട്ടോക്കാം. അനസ് മൗലവി ഈ സാധനം പറഞ്ഞപ്പോൾ ഞാൻ ആ സിംഗത്തിനൊന്ന് പരിചയപ്പെടുത്തിയാണ്. അനസ് മൗലവി പറയട്ടെ. മനസ്സിലാക്കണം. അപ്പോ മാത്രമല്ല ഇദ്ദേഹത്തെ പറ്റി വളരെ വിശദമായ ലേഖനം ആത്മീയതയിലെ
ആത്മീയ ലോകത്തേക്ക് ഉസാമ ബിൻ ലാദൻ കടന്നു വന്ന രംഗം, വിദ്യാർത്ഥിയായിരുന്ന ഉസാമ അതിനെക്കുറിച്ച് വളരെ വിശദമായ വാചകങ്ങളാണ് ഇത് എഴുതിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നവർക്ക് ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്ന തിരിച്ചടികൾ ഉസാമയെ ഇരുത്തി ചിന്തിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണം, മഹാന്മാരുടെ ഖബർ സിയാറത്ത്, പുണ്യമെടുക്കൽ തുടങ്ങിയ ആത്മീയ ലോകത്തേക്ക് മെല്ലെ മെല്ലെ ഉസാമ കാൽവെച്ചു. മനസ്സിലാക്കണം, ആരെയാള്? ഉസാമ ബിൻ ലാദൻ. തീർന്നോ? തീർന്നില്ല. ഇനി സെൻസിങ്ങിന് സനത് പോരാ എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അൽ ഇർഫാദ്, അതിന് സനദില്ല എന്ന് പറയൂലോ, അതിന് സനദില്ല എന്ന് പറയോ ഇല്ലേ? ആ അൽ ഇർഫാദിൽ ഉസാമ ബിൻ ലാദൻ ആരല്ല? സുബ്ഹാന ജല്ല ജലാലു. എന്താ ഇതിൽ പറയുന്നത് കേട്ടോ? ഉസാമ ബിൻ ലാദൻ തന്നെയാണ് ലോകത്തിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി. ചിലർക്ക് അദ്ദേഹം ശത്രുവാണ്, ചിലർക്ക് നായകനും. അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾ ഉസാമയെ കൊടുംഭീകരനായി മുദ്രകുത്തുന്നു. അപ്പൊ ഉസാമയെ കൊടുംഭീകരനായി മുദ്രകുത്തുന്നത് അമേരിക്ക പോലെയുള്ള ചില സാമ്രാജ്യത്വ ശക്തികളാണ്. അതേസമയം സാമ്രാജ്യത്വ വിരുദ്ധർക്ക് അദ്ദേഹം ആരാധ്യനുമാണ്. മുസ്ലിം ബഹുജനം ഉസാമയിൽ തങ്ങളുടെ രക്ഷകനെ തേടുകയാണ്. ഉസാമയിൽ മുസ്ലിം ബഹുജനങ്ങൾ രക്ഷയെ തേടുകയാണ് എന്ന് എഴുതിയതാരാ? അൽ ഇർഫാദ്. അൽമനാറല്ല, അൽമനാറി കാണൂല. അൽമനാറിൽ വേറെ ഉണ്ടാവും, നോക്കാം. ഇങ്ങനെയുണ്ട് അൽ ഇർഫാദ്, പൊളിയല്ലേ? നമ്മൾ ഇയാളൊന്നും സപ്പോർട്ട് ചെയ്യില്ല, നമ്മളെ ആളെയല്ലേ, നമ്മള് പാവല്ലേ, നമ്മള് എന്താണ് ഇങ്ങനെ, നിങ്ങൾ എന്താണ് പാവപ്പെട്ട എന്നുള്ള രീതിയിലാണ് അബ്ദുള്ള ബാസില്. ബാക്കിയും കൂടെ തീർന്നോ? തീർന്നില്ല. ഡിസംബർ 2001 ഉസാമയെ കുറിച്ച് എഴുതുന്നു ദീർഘമായ ലേഖനം. ഇതിൽ ഓരോന്ന് വായിച്ച് ഇങ്ങനെ വിശദീകരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അവസരോചിതം നമുക്ക് എത്ര നീളും നോക്കിയിട്ട് കുറേശ്ശെ വായിച്ചു തരാം. ഇനി കേട്ടോ, വീണ്ടും ഒക്ടോബർ മാസത്തിൽ അൽ ഇർഫാദിൽ സമരമുഖങ്ങളിലെ താലിബാനെ കുറിച്ച് അമേരിക്ക വിറപ്പിച്ച ഭീകരാക്രമണത്തിന്റെ പേരിൽ അഫ്ഗാനിസ്ഥാനത്തിന് നീങ്ങുന്ന അമേരിക്കൻ ലക്ഷ്യം സാമ്രാജ്യത്വത്തിന്റെ ക്രൂരതകൾക്ക് വഴങ്ങാത്ത ജിഹാദ് ജീവിതമായി സ്വീകരിച്ച താലിബാനാണ്. താലിബാനെ സംബന്ധിച്ച് വളരെ വിശദമായ ലേഖനം നിങ്ങൾ ഇങ്ങനെ വായിക്കാൻ നിന്നുണ്ടല്ലോ. ഇനിയും കേട്ടോ, ഉസാമയെ വേട്ടയാടുന്ന ചോരക്കൊതിയന്മാർ. ലേഖനം തീർന്നില്ല. കുടുംബത്തിലെ സീറോ, മാധ്യമങ്ങളിലെ ഹീറോ ആരാ? ഉസാമ ബിൻ ലാദൻ. തീർന്നില്ല. വീണ്ടും വീക്ഷണമായി കൊണ്ട് വളരെ വിശദമായി ഉസാമ ബിൻ ലാദനെ സംബന്ധിച്ച് എഴുതിയ ലേഖനം കേട്ടോ. വീണ്ടും ഉസാമ അമേരിക്ക ഇരുട്ടിൽ തപ്പുന്നു എന്ന് പറഞ്ഞിട്ട് മാസവിചിന്തനം, സെൻസിങ്. തീരുന്നില്ല. വീണ്ടും ജോർജ് ബുഷ് രണ്ടാമൂഴം ഉയർത്തുന്ന ആശങ്കകൾ. അവിടെയും വളരെ ഉസാമയെ സംബന്ധിച്ച് വിശദമായി വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മാത്രമല്ല വീണ്ടും കാണാം. എവിടെയാ രേഖപ്പെടുത്തിയത്? തെളിച്ചം. ആ തെളിച്ചത്തിൽ, സെൻസിംഗിൽ, അതുപോലെ തന്നെ വീണ്ടും തെളിച്ചത്തിൽ, ഇങ്ങനെ നിരവധി അനവധി. ഇത് ഓരോന്ന് ഇങ്ങനെ വായിക്കാൻ നിന്നാൽ ഇത് വായിക്കാൻ വേണം ഒരു 3 മണിക്കൂർ. ആ ജാതി ഇങ്ങനെ വിശദീകരിക്കണം. മാത്രമല്ല ഉസാമ ബിൻ ലാദൻ സംസാരിക്കുന്നു. സുബ്ഹാന ജല്ല ജലാൽ. ഇതാരാ പറയും? ഉസാമ ബിൻ ലാദനുമായിട്ട് ഇന്റർവ്യൂ. ഉസാമ ബിൻ ലാദനുമായി ഇന്റർവ്യൂ നടത്തിയിട്ട് അത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാനാണ് ഫോട്ടോ വെച്ചിട്ട്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഉസാമ സലഫിയാണല്ലേ അങ്ങനെ പറയാണല്ലേ? തീരുന്നില്ല. അദ്ദേഹത്തോടുള്ള ചോദ്യവും അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളും അങ്ങനെ അഭിമുഖമായി കൊടുത്ത് വിശദീകരിക്കുന്നിടയിൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും ആരാണ് ഉസാമ എന്നറിയണം. ഞാനിങ്ങനെ ഓരോന്നെടുത്ത് വിശദീകരിക്കുന്നില്ല, വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു തരാം. ഇതിൽ കാണാൻ കഴിയും. എന്താണെന്നറിയോ? ഇനി കേട്ടോളൂ. എല്ലാവരുടെയും മുഖ്യ ശത്രു അമേരിക്ക തന്നെ. അമേരിക്കയുടെ പേരുകളാണ് ഇവിടെ പൊട്ടിക്കുന്നത്. മാത്രമല്ല അമേരിക്കയുടെ മുസ്ലിം വിരുദ്ധ നീക്കങ്ങളുടെ പച്ചയായ ചിത്രം ഒപ്പിയെടുത്ത് മുസ്ലിം ലോകത്ത് അമേരിക്കൻ വിരുദ്ധ നീക്കം ശക്തിപ്പെടുത്താൻ ഇസ്ലാമിസ്റ്റുകൾക്ക് കഴിഞ്ഞു. ജിദ്ദ വഴിയാണ് ഈ പ്രസിദ്ധീകരണങ്ങൾ സൗദിയിലേക്ക് പ്രവഹിച്ചത്. ഇനി അടുത്ത വാചകം, ഉസാമ ബിൻ ലാദനെ ഈ സാഹിത്യങ്ങൾ ഏറെ സ്വാധീനിച്ചിരിക്കണം. കേട്ടോ? അപ്പോ ഉസാമ ബിൻ ലാദനെ സ്വാധീനിച്ചത് മുഹമ്മദ് അബ്ദുൽ വഹാബ് അല്ല, ഇറാനിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഇറങ്ങിയ പുസ്തകങ്ങളായിരുന്നു, ലഘുലേഖകളായിരുന്നു എന്ന് ഞാനല്ല പറഞ്ഞത്. നമ്മുടെ പൊന്നാനി ഫെയിം ഹുസൈൻ രണ്ടത്താണി. ഗ്രൂപ്പ് മാറിപ്പോണ്ട. ഹുസൈൻ രണ്ടത്താണ് എനിക്ക് മനസ്സിലായല്ലേ. പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായിരുന്നു, CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. പൊന്നാനി ഫെയിം നമ്മളെ ഇടതുപക്ഷമാണ്, മൂപ്പരാണ്. ഞാനല്ല പറഞ്ഞത് നമ്മുടെ പൊന്നാനി ഫെയിം ഹുസൈൻ രണ്ടത്താണി. ഗ്രൂപ്പ് മാറിപ്പോണ്ട. മനസ്സിലാക്കണം അല്ലേ? അദ്ദേഹം എഴുതി. എന്നിട്ടോ കഥയറിയാതെ ചില ആളുകൾ ആട്ടം കാണുകയാണ്. എന്നിട്ട് പറയുന്നു അതെ ഉസാമ ബിൻ ലാദൻ വഹാബിയാണ്, മാത്രമല്ല അദ്ദേഹം സലഫിയാണ് എന്നൊക്കെ വളരെ വിവരമില്ലാത്ത വാദഗതികൾ അവതരിപ്പിക്കുന്ന ആളുകൾ കൃത്യമായി കാര്യം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അവർ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും മുജാഹിദുകൾ പഠിപ്പിച്ചു തരും. നമുക്ക് വേറെ നോക്കാം, പഠിപ്പിച്ചു തരും. ഇനി ഉസാമ ബിൻ ലാദൻ ആരാന്ന് കേൾക്കണോ? തെളിച്ചം മാസിക. ആ തെളിച്ചം മാസികയിൽ ആഗസ്റ്റ് മാസം 2005 എഴുതുകയാണ് കേട്ടോ, ഉസാമ ബിൻ ലാദൻ ഒരിക്കലും വഹാബിസത്തിൽ ആകൃഷ്ടനായിരുന്നില്ല. പഠിച്ചോക്കണം, ഇല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്താൽ വായിച്ച് കമ്പോസിഷൻ എഴുതി പഠിക്കേണ്ടി വരും, സംശയമില്ല. ഉസാമ ബിൻ ലാദൻ ഒരിക്കലും വഹാബിസത്തിൽ ആകൃഷ്ടനായിരുന്നില്ല. 1966 പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസറിന്റെ കൈകളാൽ വധിക്കപ്പെട്ട, ജമാൽ അബ്ദുൽ നാസർ എവിടെയുള്ളത്? ഈജിപ്തിലാണ്. വധിക്കപ്പെട്ട ഈജിപ്തിലെ ആദർശവാദിയായ സയ്യിദ് കുത്തുബിന്റെ എഴുത്തുകളാണ് അദ്ദേഹത്തെ ഒരു പരിധിയോളം സ്വാധീനിച്ചത്. ഉസാമ ബിൻ ലാദൻ മുഹമ്മദ് അബ്ദുൽ വഹാബി നല്ല പഠിച്ചത് സൗദി അറേബ്യയിലെ അവിടുത്തെ സലഫി ഉലമാക്കളിൽ നിന്നല്ല പഠിച്ചത്. നേരെ മറിച്ച് ഈജിപ്തിലെ ആദർശവാദിയായ സയ്യിദ് കുത്തുബിന്റെ എഴുത്തുകളാണ് അദ്ദേഹത്തെ ഒരു പരിധിയോളം സ്വാധീനിച്ചത്. സുന്നി മുസ്ലിങ്ങളിലെ എല്ലാ മതമൗലിക പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തിൽ വളരെയധികം ആകൃഷ്ടനായിട്ടുണ്ട്. സുന്നി പത്ര നമ്മുടെ നാട്ടിലെ സുന്നി അവർ പറയാണ് ഏതാണ്ട് സുന്നി മുസ്ലിങ്ങളിലെ എല്ലാ മതമൗലിക പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തിൽ വളരെയധികം ആകർഷനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ജനങ്ങൾ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ കുത്തുബിയൻ ഭീകരവാദം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്.
കുത്തുബിയൻ ഭീകരവാദം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടത് ആധുനിക സമൂഹത്തിൽ നിന്നും ആത്മീയവും ധാർമ്മികവുമായ കാടത്തം ഇല്ലായ്മ ചെയ്യാനും അതിനുവേണ്ടി മരണം വരെ പോരാടാനുമായിരുന്നു. സയ്യിദ് കുതുബിനെ പോലെയുള്ള ചിന്തകന്മാരെ കുറിച്ച് പഠിക്കാനും മുസ്ലിം ലോകത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും പാശ്ചാത്യർ മുന്നോട്ട് വരണം. ആരെഴുതുന്നത്? നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുടെ പത്രങ്ങളിൽ കെട്ടുകളുണ്ട് വായിക്കാൻ. പക്ഷെ എല്ലാം കൂടി വായിച്ചാൽ നമ്മുടെ ഈ സമയം തികയാതെ വരുന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവർ വിചാരിക്കുന്നത് നമുക്കൊന്നും മറുപടി ഉണ്ടാവില്ല. ഈ വഹാബിസം എന്നൊക്കെ കൊണ്ട് പറഞ്ഞ് അതിന്റെ കൂടെ 2 ഭീകരവാദമായിട്ട് അടിച്ചാൽ ഇവരെ കൊണ്ട് പോയിക്കോളും. ഇവരെ എല്ലാവരും ഊപ്പ ചുമത്തി കൊണ്ടുപോയിക്കോളും എന്നാണ്. ഊപ്പ ചുമത്തി കൊണ്ടുപോകും. ഊപ്പ ചുമത്തോ ആപ്പയിൽ കയറ്റി കൊണ്ടുപോകണമെന്നുള്ള നമുക്കറിയില്ല. പക്ഷേ ഇതാണ് അനസ് മൗലവി വരണത്. നമ്മുടെ സുന്നിയോള് എന്ന് പറഞ്ഞാൽ എപിക്കാർ, നമ്മളെ സൂഫി മാർഗത്തിലൂടെ പോകുന്ന സൂഫികളാണ് എപിക്കാർ. പാവങ്ങളാ. കാരണം സൈകന്നൂർ മൗലവിനോട് ചോദിച്ചാൽ മൂപ്പർക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഭീകര സുന്നിക്കാരാണല്ലോ മൂപ്പര് രാത്രി വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അനസ് മൗലവി വികാരം കൊള്ളുകയാണ്. അതൊരു 7 കൊല്ലം മുമ്പുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ അനസ് മൗലവി എന്തിനാ ഈ മുജാഹിദുകളുടെ ഇടയിൽ ഏറ്റവും തീവ്രമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. നമുക്കൊക്കെ ഈ മുജാഹിദ് ബാലുശ്ശേരി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു പ്രസംഗം അനസ് മൗലവിയുടെയാണ്. പിന്നെ ഹനീഫ് കായക്കൊടി, പിന്നെ അങ്ങനെ കുറച്ച് ആളുകളുണ്ട് പ്രധാനപ്പെട്ട. പിന്നെ നമ്മളെ സ്വന്തം ഹുസൈൻ സലഫി, ശംസുദ്ദീൻ ബാലത്ത്. യെസ്, അതൊക്കെ ഷംസുദ്ദീൻ ബാലത്തിൻ്റെ അധികം ഞാൻ കേട്ടില്ല. അതൊക്കെ ഈ അടുത്ത് പിന്നീടാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ നമുക്ക് കേട്ടിരിക്കാനുള്ള എളുപ്പത്തിന് കേൾക്കുന്ന ആളുകൾ ഇവരൊക്കെ ആയിരുന്നു പ്രധാനമായിട്ട്. നമ്മൾ ഈ ശക്തമായിട്ട് പറയുമ്പോൾ അത് നമുക്ക് അത് ഫോളോ ചെയ്യാനന്ന് പറ്റുമായിരുന്നു. ഇപ്പോൾ വികാരം കൊള്ളണത് ആൾക്കാർക്ക് ഇയാളിപ്പോൾ എന്തിനതൊക്കെ വിളിച്ചറിയണമെന്നുള്ള തോന്നലുണ്ടാവാം. സുന്നികൾ എഴുതി വെച്ച സാധനങ്ങളൊക്കെ 2001 മറ്റേ പിന്നെ സെൻസിങ് മാസികയിൽ പറഞ്ഞതും ഇർഫാദിൽ എഴുതിയതും അന്ന് ഭയങ്കര സാധനങ്ങളൊക്കെ എഴുതി ഇപ്പം എന്തിനാണ് വിളിച്ചു പറയണതെന്ന്. എന്താ ആ ഒരു കരച്ചിൽ അവസാനം പറഞ്ഞായിരുന്നു. റഹ്മത്തുള്ള ഖാസിമിയും ഈ പറഞ്ഞ SSFകാരും വഹാബികളും തീവ്രവാദികളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ നടത്തിയതിൻ്റെ ചുരുക്കാണ് തീർക്കുന്നത്. അതുവരെ 2001 പ്രസിദ്ധീകരിച്ച സാധനത്തിന് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അനസ് മൗലവി പ്രതികരിക്കുന്നത്. ഇങ്ങനൊരു ആരും പ്രക്ഷോഭം നയിച്ചില്ല. ഒരു തീവ്രവാദിനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് കനൽപദങ്ങളിലെ സിംഹം എന്നൊക്കെ പറഞ്ഞ് പൊക്കി എഴുതിയ മാഗസിനുകളും ഇൻ്റർവ്യൂകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അനസ് മൗലവി പറഞ്ഞല്ലോ, അന്നൊന്നും അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ പറഞ്ഞ രോഷം കണ്ടില്ല. അന്ന് ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഈ രോഷം ആരും ആളിക്കത്തിച്ചില്ല. ഒരു സംഘടനയെ എതിർത്തില്ല. അത് മോശമായി ഇപ്പോൾ ഒരു തീവ്രവാദി നമ്മൾ ഇങ്ങനെയൊക്കെ പൊക്കി പറയുന്നത് ശരിയാണോ എന്ന് ആരും അന്ന് പ്രതികരിച്ചിട്ടില്ല. എന്ത് പ്രതികരിച്ച പോലെ മുനവർ അലി തങ്ങൾ സെഹല പരപ്പൻ്റെ സൈക്കിളുമായിട്ട് കാശ്മീരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു പോസ്റ്റൊക്കെ ഇട്ട സമയത്ത് അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് അതിൻ്റെ പിന്നിൽ വന്നിട്ട് ഇതുപോലെ കമൻ്റ് ഇട്ടിട്ട് അദ്ദേഹത്തിനോട് ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ VK ഫിറോസ് സ്വന്തം പെങ്ങളെ കൂടെ ഫോട്ടോ ഇട്ടപ്പോൾ അതിനും ഇതേപോലെ കമൻ്റ് ഇട്ടിട്ട് ഇടങ്ങാറാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒരിക്കലും ഈ പറഞ്ഞ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ട് ഈ പറഞ്ഞ സാധനത്തിനൊന്നും ഒരു കുട്ടി അന്ന് പ്രതികരിച്ചിട്ടില്ല. പിന്നീട് സ്വന്തം നേരെ തിരിഞ്ഞപ്പോഴാണ് മുജാഹിദുകൾ മറ്റവരെ കുറ്റം പറയുന്നത്. ഈ പറഞ്ഞ ബില്ലാദൻ ചെയ്യുന്നതും ഇതുപോലെ തീവ്രവാദികൾ ചെയ്യുന്നതിനൊക്കെ ഇസ്ലാമികമായിട്ട് മതപരമായിട്ട് ഇതിനടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഈ സാധനങ്ങളുണ്ട്, ഇത് പ്രോബ്ലമാണ്, ഇസ്ലാം ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ നേരെ അതുകൊണ്ട് എല്ലാ സോദനും ഇസ്ലാമിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നു, ഇസ്ലാമോഫോബിയ പരത്തുന്നേ എന്നും പറഞ്ഞിട്ട് വരും. നിങ്ങളെ പുസ്തകത്തിലുള്ള സാധനമാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വശം കണ്ടിട്ട് അല്ലെങ്കിൽ നോണ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ സിൻവർ മരിച്ചപ്പോൾ ഇവിടെ മയ്യത്ത് നിസ്കരിച്ചു. ഏതെങ്കിലും മുസ്ലിങ്ങൾ വന്നിട്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞു. പുള്ളി ഒരു തീവ്രവാദിയാണ്, അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇല്ലല്ലോ. അതിനെതിരെ ഏതെങ്കിലും മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഹനിയ മരിച്ചപ്പോഴും നമ്മൾ കണ്ടു. ഈ ബിൻലാദൻ മരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ആ മഹല്ല് പള്ളിയിൽ മയ്യത്ത് നിസ്കാരം നടന്നു. അതിനുവേണ്ടി വിളിച്ച കഥയൊക്കെ ഞാൻ പറയാറുണ്ട്. അത് ബിൻലാദൻ മരിച്ചപ്പോഴാണ്, ബിൻലാദനെ കൊന്നപ്പോൾ. പക്ഷെ അന്ന് നമ്മൾ വിശ്വാസിയാണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മൾ തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുമോ എന്നൊക്കെയുള്ള പേടിയും പിന്നെ അങ്ങനെയുള്ള ഒരു റീച്ചൊന്നുള്ള സമയമല്ലല്ലോ. നമ്മളൊരു വെറും ഒരു സാധാരണ മദ്രസ ജീവിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതിനൊന്നും മെനക്കെടാൻ പോയിട്ടില്ല. അത് അവരൊന്ന് വേണേൽ നിസ്കരിച്ചോട്ടെ, നമ്മൾ നിസ്കരിക്കുന്നില്ല, നമുക്കതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അത് തന്നെ ആവർത്തിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോഴും മയ്യത്ത് നിസ്കരിക്കുന്നു. യെസ്. ഒരു കാര്യം, ആദ്യം ഈ ചാനലിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ആരിഫിൻ്റെ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. പോയി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനൽ ഈ വീഡിയോ പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്, ഈ സുന്നികളും മുജാഹിദുകളും
രണ്ടും അതിലൊന്ന് നിർമ്മലവും മറ്റേത് ദ്രോഹവുമാകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. സുന്നികളാണ് ഇവിടെ ഒരു പെണ്ണിനെ സ്റ്റേജിൽ കയറിയത് 10ാം ക്ലാസ്സിൽ ഏതോ സമ്മാനം കിട്ടിന് ഇറക്കി വിട്ടത്. അവരും അന്തം കുറഞ്ഞ ആളുകൾ തന്നെയാണ്. പിന്നെ സലഫികൾ ചെയ്യുന്ന പോലെ സിറിയലൊക്കെ ചിലപ്പോൾ കൊണ്ടുപോയില്ല, കാരണം അവർ ഈ ഇട്ടവട്ടത്തിൽ ഇരുന്നിട്ടാണ് അവരുടെ കളി, അത്രേ ഉള്ളൂ. പക്ഷേ ഈ റിഗ്രസീവായ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവർ എത്രത്തോളം മറ്റൊരു ആണോ അവർ ഇത്രത്തോളം തന്നെയാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലീഗ് അടക്കമുള്ള പാർട്ടികളിൽ ഈ സുന്നിയും മുജാഹിദും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിലപാടൊക്കെ വരുന്ന സമയത്തേ നിങ്ങൾ അവരുടെ വീഡിയോകളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ പോലും അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് കൂടുതൽ സലഫി വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മനസ്സിലാക്കുക, ഇത് ഒന്ന് മറ്റതിനേക്കാൾ മെച്ചമല്ല. അവർ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ അഫ്ഗാനിലേക്കും സിറിയയിലേക്കോ ആളുകൾ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് സത്യമാണ്, അല്ലെങ്കിൽ മതം മാറ്റത്തിൽ മറ്റുള്ളവരുടെ അത്ര ശ്രദ്ധയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവരുടെ ഐഡിയാസൊക്കെ ഇതേ മതത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആ ഒരു ഗുണം ഉണ്ടാവുമല്ലോ. അപ്പം അത് മനസ്സിലാക്കാനാണ്. ഇപ്പോൾ ഈ അനസ് എന്ന് പറഞ്ഞ ആ പുള്ളി, അയാൾ വഹാബിസത്തിന്റെ തലയിൽ തീവ്രവാദം അല്ലെങ്കിൽ ബിൻ ലാദൻ ഇടണ്ട എന്ന് പറഞ്ഞ് സുന്നികളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് എടുത്ത് കോട്ട് ചെയ്തത്. വഹാബിസം ഇതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ ന്യായീകരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ശംസുദ്ദീൻ മാലത്ത് അടക്കമുള്ള ആളുകളുടെ പ്രസംഗം, ബാലുശ്ശേരിനെ ഇപ്പോൾ ഒരു വീഡിയോ പുതിയ തരത്തിൽ ഇറക്കിയിട്ടുണ്ട്. മതത്തെ മറ്റുള്ളവർക്ക് സ്വീകാര്യമാക്കാൻ വേണ്ടി ബാലുശ്ശേരി ഇപ്പൊ അടുത്ത വീഡിയോ ഒന്നും എനിക്കില്ല, ഞാൻ ലിയാക്കത്തിന്റെ ചാനലാണ് കണ്ടത്. ഈ അടുത്ത് അല്ലെങ്കിൽ കുറെ ദഴവാക്കാര് മതത്തെ അന്യമതക്കാർക്ക് സ്വീകാര്യമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് സ്വീകാര്യമാക്കാൻ വേണ്ടിയിട്ട് ഖുറാൻ പരിഭാഷ വരെ തിരുത്തി പുതിയ പരിഭാഷകൾ ഇറക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അയാൾ പറയുന്നത്, മുപ്പര് പറയുന്നത് ആ പരിഭാഷ തുടരുതെന്ന്. ഉദ്ദേശിക്കുന്നത് ആ പരിഭാഷയാണോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ, അത് വായിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെ നമുക്ക് കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കാൻ തോന്നും. അങ്ങനത്തെ പരിഭാഷയാണ്. അതായത് ഇപ്പോൾ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാഫിർ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, ഇരുട്ട് എവിടെ കണ്ടാലും അപ്പൊ തന്നെ മെഴുകുതിരി കത്തിച്ച് വെക്കണം. ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇപ്പൊ അത് ചെറുപ്പം മുതലേ അതാണ് പഠിക്കുന്നെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അപ്പോൾ സംഖ്യ വളരുന്ന കാര്യം പറയുന്നതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇത് മുക്കിയത് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ നോണ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നടത്തരുത്. അപ്പം എന്ത് പറയും? സംഖ്യ എന്ന് പറയും, ഒരു നോണ പറഞ്ഞിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. മറ്റേ RV ബാബുവിനെ, മറ്റേ നമ്മുടെ എന്താണ് പുള്ളിയുടെ പേര്, തൊപ്പിക്കാരനുണ്ടല്ലോ, നമ്മുടെ സുനിത ദേവസിനെ ട്രോൾ ചെയ്യും മറ്റൊരു വ്യക്തി, ഒരു സുന്നി മുജാഹിദ് പണ്ഡിതൻ, എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. മറ്റേ സുനിത ദേവദാസിന്റെ പുള്ളിക്കാരി ദേവദാസി എന്ന് വിളിച്ചൊരു പുള്ളി ഉണ്ടല്ലോ, അലിയാർ കാസിമി. അന്ന് RV ബാബുവുമായിട്ടുള്ള ഒരു ചർച്ചയില് 9:05 വിവരണം പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പേടിയുണ്ട്, കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയ യുഗത്തിൽ ഇത് സംഖ്യയും കാണുന്നത് എല്ലാവരും കാണുന്നത്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറഞ്ഞാൽ മതം വിടുകയാണ്, അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് പറയരുത് പുറത്ത്. നിങ്ങൾ എങ്ങനെ ന്യായീകരിച്ചാലും, നിങ്ങളിത് ഉള്ളതുപോലെ പറഞ്ഞാലും ആൾക്കാർക്ക് പേടിയാവും. ഉള്ളത് നിങ്ങൾ ഇങ്ങനെ മയക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ കണ്ടുപിടിച്ചുകൊണ്ട്. അപ്പോൾ സംഖ്യ വളരുന്നുള്ളത് കൊണ്ട് നമ്മുടെ പണി നടക്കില്ല. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ മതത്തിലെ കാര്യങ്ങളൊന്നും കഴിയുന്നതും ന്യായീകരിക്കാനോ പുറത്ത് പറയാനോ ശ്രമിക്കാതിരിക്കുക. ബാക്കിയുള്ളവരെങ്കിലും വിമർശിക്കുന്ന സമയത്ത് അത് മൈൻഡ് ചെയ്യാതെ വിടുക. അപ്പോൾ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ഈ വിമർശനവും കുറച്ച് കുറയും. ഇതുപോലത്തെ നോണ നിങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ സംഖ്യകൾ അതെടുത്ത് വീണ്ടും നിങ്ങൾ എയറിലാക്കും. ഇപ്പോൾ ഈ വീഡിയോക്ക് താഴെ പോലും അങ്ങനത്തെ കമന്റ് ഞാൻ കാണുന്നുണ്ട്, രവി സംഖ്യ ആയതുകൊണ്ടല്ലടാ നീ ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ഇവിടെ അത്യാവശ്യം വോക്കായ, അല്ലെങ്കിൽ രവിചന്ദ്രന്റെ പല അഭിപ്രായങ്ങളുമായും വ്യത്യാസമുള്ള ആളുകൾ, നമ്മളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അവിടെ പോയിട്ട് കമന്റ് അടിക്കുകയാണ്, അവരെ സംഖ്യയാക്കുന്നു. ഒന്നാലോചിച്ചോക്കെ, സംഘപരിവാറിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്ന ടീമിനെ പോലും അവർ സംഖ്യയാക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇതിന്റെ കൂടെ ചേർത്തുന്നുള്ളൂ. ഓക്കെ, അല്ല, അത് സ്വാഭാവികമായിട്ട്. പിന്നെ ഈ വഹാബിസവും ജമാഅത്ത് ഇസ്ലാമിയും ഇതൊക്കെ രണ്ടാണെന്നൊക്കെ പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. ഇതൊക്കെ ഒരേ സാധനത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ഇത് വഹാബി അല്ലല്ലോ, ഇത് സയ്യിദ് കുത്തുബിൻ്റെ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇത് ആ സ്ഥാനത്തിൽ നിന്നാണ് അടുത്തത് വന്നിട്ടുള്ളത്. അത് ഇവർ മറന്നു പോവാണ്. നമ്മുടെ മൗദൂദിക്കൊക്കെ പ്രചോദനമായിട്ടുള്ള ടീച്ചിങ്സ് വരുന്നത് തന്നെ എവിടെ നിന്നാണ്? അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ കറങ്ങിത്തിരിഞ്ഞ് എത്താൻ ഇതൊക്കെ ഒരേ അമ്മ പറ്റ മക്കളായിട്ട് തന്നെയാണ്. പിന്നെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഇസ്ലാമുമാണ്. അവിടെയാണ് ഇതിൻ്റെ തുടക്കം. ഇസ്ലാമില്ലാതെ ഈ സയ്യിദ് കുത്തുബും ഇല്ല, മൗദൂദി ഇല്ല, ആരും ഉണ്ടാവില്ല. ഓക്കെ, പറഞ്ഞിട്ടാണ് ആളുകളെ ഇതേപോലെ ഹരാസ് ചെയ്യുന്നത്. നുണ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക. ആരാണ് ചെളിക്കുണ്ടിൽ വീണത് ബാസിലെ?
അബ്ദുള്ള ബാസിലിനോടാണ് ചോദ്യം. ആരൊക്കെയോ ചെളിക്കുണ്ടല്ലോ ചാണകക്കുഴിയിലൊക്കെ വീണല്ലോ, ആരാ വീണത്? ഈ പറഞ്ഞ കേരളത്തിലൊരുവിധ സംഘടനകളൊക്കെ മൂപ്പര് പുലിയാണെന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സുന്നികൾ മുജാഹിദുകളാണെന്ന് പറയും, മുജാഹിദുകൾ സുന്നികളെ പറ്റി പറയുന്നത്. വഹാബികളെ തെളിവ് ഓരോരുത്തുണ്ട്, ഓരോ തെളിവ് വഹാബികളെടുത്തുണ്ട്. ആരാ ബാസിൽ പിന്നെ കത്തയച്ചത്? മുസ്തഫ മൗലവി, ഹുസൈൻ മടവൂർ, ബാസിലിൻ്റെ കമ്പനിക്കാരോ? പിന്നെ ബാസിലിന് ഓർമ്മ ഉണ്ടാവും നമ്മൾ ഒരു ബുക്ക്, ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ ക്ലിനിക്കലി ഓറിയൻറ്റഡ് എംബ്രിയോളജി വിത്ത് ഇസ്ലാമിക് അഡീഷൻ കോറിലേഷൻ സ്റ്റഡി വിത്ത് ഖുർആൻ ആൻഡ് ഹദീസ് എന്ന പുസ്തകം ഓർമ്മ ഉണ്ടാവും അബ്ദുള്ള ബാസിലിന്? സെലഫികൾക്കൊക്കെ അങ്ങനെ മറന്നു പോകാൻ സാധ്യതയില്ലാത്തൊരു പുസ്തകമാണ്. ആരുടെ പുസ്തകമാണ്? കീത്ത് എൽ മോറിൻ്റെ പുസ്തകമാണ്. കീത്ത് മോർ. അബ്ദുൽ മജീദ് സിന്ദാനി പ്രൊജക്റ്റ്, അക്ബർ സാഹിബും നിങ്ങളൊക്കെ ഒരുപാട് തള്ളിയിരുന്നതാണ്. ഖുർആനിലെ ഭ്രൂണശാസ്ത്രവും ഖുർആനിലെ ആഴക്കടൽ മത്സ്യബന്ധനവും ഒക്കെ കൊണ്ടുവരുന്ന ഒരാളാണ്. ഓർത്തെടുത്താൽ നന്നാവും. ആ സിന്ദാനി പ്രൊജക്റ്റിലെ പുസ്തകത്തിൽ അതിൻ്റെ അക്നോളജ്മെൻറ്റ് പറയുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ അക്നോളജ്മെൻറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദ റിസർച്ച് ഐഡിയ, വെൻ ദ ഐഡിയ ഓഫ് റിസർച്ച് അപ്പോൺ ദ മിറാക്കിൾ ഓഫ് ഖുർആൻ ആൻഡ് ഇറ്റ്സ് ഡോക്യുമെൻറ്റേഷൻ ഫ്രം ദ ഇസ്ലാമിക് പോയിൻ്റ് ഓഫ് വ്യൂ as well as from the modern scientific viewpoint was conceived, the following distinguished scholar gave it their full support in their personal and official capacity. പേഴ്സണലും ഒഫീഷ്യലും കപ്പാസിറ്റിയിൽ കുറച്ച് സ്കോളേഴ്സ് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പേരുകളാണ് താഴെ കൊടുക്കുന്നത്. ആരൊക്കെയാണ് ആ പേരുകളൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പേര് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ബിൻ ബാസിനെ അറിയാവുന്ന വിചാരിക്കുന്നു. സലഫി പണ്ഡിതനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? രണ്ടാമത്തെ പേര് ഡോക്ടർ അബ്ദുള്ള ഒമർ നസീഫ്. മൂന്നാമത്തെ പേര് ഡോക്ടർ അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ സയ്യിദ്. നാലാമത്തെ പേര് ഡോക്ടർ അബ്ദുള്ള അൽ തുർക്കി. അഞ്ചാമത്തെ പേര് ഷെയ്ഖ് മുഹമ്മദ് അൽ അജ്ലാൻ. ആറാമത്തെ പേര്, അത് ഫേമസ് ഒരാളെ പേരാണ്. എന്താണ് ആറാമത്തെ ആളെ പേര്? കിടിലം സ്കോളർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള പേരിൽ ആറാമത്തെ സ്കോളറുടെ പേരാണ് ഷെയ്ഖ് ഉസാമ ബിൻ ലാദൻ. മനസ്സിലായല്ലോ? അക്നോളജ്മെൻറ്റിലുള്ളതാണ്. ആറാമത്തെ പേര് നിങ്ങളെ കീത്ത് മോറിൻ്റെ എംബ്രിയോളജി ശാസ്ത്രം പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ലിസ്റ്റിൽ ആറാമത്തെ പേര് ഉസാമ ബിൻ ലാദൻ്റെയാണ്. ഇനി ഉസാമ ബിൻ ലാദന് നേരത്തെ ആഷ്മി വായിച്ച പുസ്തകത്തിൽ തന്നെ പരിശോധിച്ചാൽ മതി. ആ പുസ്തകത്തിൽ തന്നെ ഒസാമ ബിൻ ലാദന് ഇംപ്രസ് ആയിട്ടുള്ള പണ്ഡിതന്മാരിൽ പ്രമുഖരാണ് എന്ത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഇവിടുത്തെ സുന്നിയൊക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ സെലഫികൾക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയനെ തള്ളിക്കളയാൻ കഴിയില്ല. ആ പുസ്തകം പരിശോധിച്ചാൽ മതി. ഒസാമ ബിൻ ലാദൻ ലോകത്തോട് പറയുന്ന സന്ദേശം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയക്ക് ഇവിടുത്തെ ഒരു മുജാഹിദിനും സെലഫിക്കും തള്ളിക്കളയാൻ കഴിയില്ല. അപ്പം നമ്മളെ ആളല്ല എന്ന് വീണ്ടും ആവർത്തിച്ചാൽ അത് സത്യമാവില്ല. അത് മാത്രമാണോ? ഇനി ഇന്ന് പോലും ഗൾഫ് രാജ്യങ്ങളിലെ പല ചാനലിലും ഈ പറഞ്ഞ ഒസാമ ബിൻ ലാദൻ്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ പേര് അടിച്ച് ടൈപ്പ് ചെയ്ത് വിടുമ്പോൾ അവിടെ ഷെയ്ഖ് ഉസാമ ബിൻ ലാദൻ റഹിമഹുല്ലാ എന്ന് പറയണം. അതിൽ തർക്കം പോലും നടന്നിട്ടുണ്ട്. റഹിമഹുല്ലാ എന്ന് പറയാത്തതിൻ്റെ പേരിൽ ചില പണ്ഡിതന്മാർ അതിനെ വല്ലാതെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്. നേരെയാണ് റഹിമഹുല്ലാ എന്ന് പറയുന്ന പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖ് ഉസ്മാനുൽ ഹമീസി. കുവൈത്തിലും സൗദിയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള പണ്ഡിതനാണ്, അല്ലേ? അഹ്ലെ ഹദീസിൻ്റെയൊക്കെ ഭയങ്കര കിടിലം ആളാണ്, സെലഫിയാണ്. ആ ഉസ്മാനുൽ ഹമീസി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? റഹിമഹുല്ലാ പറയണമെന്നാണ്. അത് ഉസ്മാനുൽ ഹമീസിയുടെ ശിഷ്യനായിട്ടുള്ള കേരളത്തിലെ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ ശബ്ദത്തിലേക്ക് നമുക്ക് പോവാം. ഇത് ക്ലബ് ഹൗസിൽ നടന്ന ഡിസ്കഷനാണ്. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഉടമ ആരാണെന്ന് അബ്ദുള്ള ബാസിലിന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഷാനുവിനെങ്കിലും പറയാൻ പറ്റും. ആ ഓഡിയോ ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. ഇപ്പോൾ ആരായാലും നമുക്ക് ഹാരിസ് വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ ഷെയ്ഖ് ഉസ്മാൻ അൽ ഹമീസിന്റെ പേര് പറഞ്ഞു, നിങ്ങൾ അയാളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ തനിയെ പഠിച്ചിട്ടുള്ളതാണ് അങ്ങനത്തെ അടിയിൽ. അപ്പോ ഷെയ്ഖ് ഉസ്മാൻ അൽ ഹമീസ് പറഞ്ഞിട്ടുള്ളത് ഒസാമ ബിൻ ലാദൻക്ക് തറഹും ചെയ്യണമെന്നാണ്. നിങ്ങൾ അത് സ്വീകരിക്കോ? തർഹം എന്ന് പറഞ്ഞാ റഹിമഹുല്ലാ എന്ന് പറയണം അങ്ങനത്തെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്കത് അത്ര അങ്ങനെ തന്നെ നിങ്ങള് ഷെയ്ഖ്മാര് നിങ്ങൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്യണ്, എന്താ ഫോളോ ചെയ്യണ്ട എന്താ ഫോളോ ചെയ്യണ്ടാത്തെന്ന്. എന്താണ് റഹിമഹുല്ലാ എന്ന് പറയണമെന്ന് ഉസ്മാൻ ഖമീസി പറഞ്ഞു എന്ന് ഉസ്മാൻ ഖമീസിന്റെ ശിഷ്യനാണ് പറയുന്നത്.
റഹിമഹുല്ല എന്ന് ആർക്കാണ് നമ്മൾ പറയണത് കേട്ടിട്ടുള്ളത്? ഇമാം നവവി റഹിമഹുല്ല, കേട്ടിട്ടുണ്ടോ? ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം മാലിക്കി റഹിമഹുല്ല എന്നൊക്കെ പറയുന്നത് പോലെ ഒസാമ ബിൻ ലാദൻ്റെ പേര് പറഞ്ഞാൽ റഹിമഹുല്ല എന്ന് പറയണമെന്ന്. എങ്ങനെയുണ്ട്? നമ്മളാരും സപ്പോർട്ട് ഞമ്മൻ്റെ ആളല്ലേ, നമ്മളെ ആളല്ല. എന്താണ് അവസ്ഥ? ഇനി മതരാഷ്ട്രവാദത്തിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിൻ്റെയും ഈ സയ്യിദ് കുത്തുബിൻ്റെയും ഈ പറഞ്ഞ അബുലാല മൗദൂദിയുടെയും സെപ്പറേറ്റ് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. മതരാഷ്ട്രവാദത്തിൻ്റെ സെപ്പറേറ്റ് സാധനം. എന്താണ് ജനാധിപത്യത്തെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിൻ്റെയും ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെയും സയ്യിദ് കുത്തുബിൻ്റെയും ഹസനുൽ ബന്നയുടെയും ഒക്കെ വാദങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇവിടെ ഹാഷ്മിയുടെ വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് പ്ലേ ചെയ്ത്. ഇങ്ങനെയാണ് തുടങ്ങിയത് ഈ വീഡിയോ. അതിൽ പറഞ്ഞിട്ടുള്ളത് ഒസാമ ബിൻ ലാദൻ്റെ രാഷ്ട്രീയം ഒരു പെർവേർട്ടഡ് റിഗ്രസീവ് രാഷ്ട്രീയമാണ്, വളരെ മോശമാണ് എന്നാണ് ഹാഷ്മി പറയുന്നത്. ഞാൻ അഗ്രി ചെയ്യുന്നു. ഒസാമ ബിൻ ലാദൻ്റെ രാഷ്ട്രീയം പെർവേർട്ടഡാണ്, റിഗ്രസീവാണ്, സമൂഹത്തിന് അപകടമാണ്. പക്ഷേ ആ രാഷ്ട്രീയം ഒസാമ ബിൻ ലാദൻ്റെ രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയം ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രത്തിലുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്താണെന്ന് തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആണ്. നവാസിൻ്റെ ചാനലിൻ്റെ ലിങ്ക് നമ്മളിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുക, അതിലൊരു കമൻ്റ് ഇട്ട് ഒന്ന് അതിനൊരു ബൂസ്റ്റ് കൊടുക്കുക. ഒരു കമൻ്റ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും, ലൈക്ക് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണമെന്നും കൂടി ഞാൻ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്കിത് പറയാനുള്ള, ഇത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള രണ്ട് കാരണമാണ്. ഒന്ന്, ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം, നുണ എന്ന് പറയുന്നൊരു പ്രശ്നം. ഇവരെങ്ങനെയാണ് തീവ്രവാദികളെ രക്ഷിച്ചെടുക്കുന്നത്? ഇതിനെ വിമർശിക്കുന്ന ആളുകളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നുണ പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പറയണ നമ്മൾ സമ്മതിച്ചു. ഇനിയിപ്പോൾ നുണ പറഞ്ഞിട്ടാണെങ്കിൽ ഗാന്ധിജീനെയല്ലേ രക്ഷിക്കണത്? ഒരു നല്ല മനുഷ്യനാണല്ലോ. ഇത് നിങ്ങൾ നുണ പറഞ്ഞിട്ട് രക്ഷിക്കുന്നത് ആരെയാണ്? അതൊരു തീവ്രവാദീനെയാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അത് നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ പോട്ടെ, ഇനിയിപ്പോൾ ഏതിൽ വായിച്ചതിൽ മിസ്റ്റേക്കാണ്. ഇപ്പോൾ നെഹ്റുവിനെ കുറിച്ചൊക്കെ മോശമായിട്ട് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അംബേദ്കറിനെ കുറിച്ച് പറയുന്ന ആളുകളുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യും. അത് നമ്മൾ ഒരു ഡിബേറ്റായിട്ട് കണ്ട് അതിനകത്ത് ശരി തെറ്റുകൾ കാണാനും, അത് നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാപ്പ് വരെ പറഞ്ഞെന്ന് വരും. പക്ഷേ ഇതല്ല. ഇതിൽ നമ്മൾ തെറ്റ് പറഞ്ഞിട്ടില്ല, എന്നിട്ട് നമ്മൾ തെറ്റാണ് പറഞ്ഞത് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ നുണ പറഞ്ഞ് ചെയ്തപ്പോൾ രക്ഷിച്ച് എടുത്തത് ഒരു തീവ്രവാദിയായി പോയി എന്നതാണ് പ്രശ്നം. അപ്പോൾ അത് ശരിയല്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് വീണ്ടും ഇവിടെ നിലനിൽക്കാനും അത് ശരിയാണെന്ന് വരുത്തി തീർക്കാനും അല്ലെങ്കിൽ അങ്ങനെ തന്നെ സ്ഥാപിക്കപ്പെടാനും ഉള്ള വഴി തന്നെയാണ് നിങ്ങൾ വീണ്ടും വെട്ടി തുറന്ന് തന്നിരിക്കുന്നത്. അതിന് വലിയ നന്ദി നമ്മളുടെ നുണ പറഞ്ഞ ഹാഷ്മിക്കും, നുണ പറഞ്ഞ് നമ്മൾ ആനമയിലൊട്ടകം ടീം. നിങ്ങളെ വെറുതെ അല്ല ഈ ആനമയിലൊട്ടകം ടീം എന്ന് നിങ്ങളെ കൊണ്ട് ആവണ പോലെ പണിയെടുത്താൽ പോരെ. അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇത്രയും നമ്മൾ വീഡിയോസ് ചെയ്യുന്നു, നമ്മൾ ചെയ്ത നുണ പറയുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു നുണ മര്യാദയ്ക്ക് പൊളിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നുണയാണെന്ന് സ്ഥാപിക്കാനെങ്കിലും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? തോട്ടത്തിലെ കഥ, അതെന്തായി അവസ്ഥ? നിങ്ങൾ മുഹമ്മദ് നബി നമ്മളെന്താ പറഞ്ഞത്? ഒരു പെണ്ണിനെ കയറി കൈ വെച്ചു, പിടിച്ചു. അത് അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ അത് നമ്മൾ പറഞ്ഞ നുണയാണെന്ന് സ്ഥാപിക്കാൻ വന്നപ്പോൾ എന്തായി? നമ്മൾ ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഒരു സീരീസ് ഓഫ് ഒരു ലൈല, സുലൈഖ, കൗല, അങ്ങനെ ഓരോരോ ആളുകൾ വരാൻ തുടങ്ങി. ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ മുഹമ്മദ് നബി ഒരു തവണയല്ല ചെയ്തു, ഇത് പലതവണ ചെയ്തു എന്നുള്ളതിൻ്റെയും ഇതുപോലെ ഇതൊരു സ്ഥിരം പരിപാടിയായിരുന്നു എന്നും, പിന്നെ ഈ മുത്തവ കല്യാണം എന്ന് പറയുന്നൊരു സാധനവും ഇതെല്ലാം നാട്ടിൽ പാട്ടായി. ഇതെല്ലാം ഉണ്ടായി. മുഹമ്മദ് നബി കൂടുതൽ എയറിലായി. നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ നുണ പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല, നുണയാണെന്ന് പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി കൂടുതൽ കുരുക്കിലാവുകയും ചെയ്തു. ഇതാണ് ഉണ്ടായത്. ഇനി വേറെ വിഷയം, ജൂതൻ്റെ ജഡം അത് കണ്ടപ്പോൾ ബഹുമാനം എന്തായി അതിൻ്റെ അവസ്ഥ? മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഒക്ടോബർ 7 അവിടെ കയറി ജൂതരെ കൊന്നു തള്ളി തിരിച്ച് ട്രക്കിൽ കൊണ്ടുവന്നപ്പോൾ ആ ശവശരീരത്തിൻ്റെ മേളിൽ എഴുന്നേറ്റ് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബറും വിളിച്ച് തുപ്പിയത് ബഹുമാനം കൊണ്ടാണെന്ന് വരെ നാട്ടുകാർ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് എത്തി. നിങ്ങളുടെ ജൂതരോടുള്ള ബഹുമാനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നാട്ടിൽ പാട്ടായി. ഇതെല്ലാം ഉണ്ടായത്.
അങ്ങനെ ഒരു സാധനം ഇല്ല. മുഹമ്മദ് നബി അറിയാതെ ഒരു തവണ ചെയ്തു പോയി, അത് തിരുത്തി, ഇനി അത് പാടില്ല എന്നും പറഞ്ഞ കാര്യമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പലതവണ 3 തവണ 2 തവണ വീഡിയോ ചെയ്തു, 3ാമത്തെ തവണ ഇനി നമ്മൾ ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇപ്പോൾ ഇത് പുതിയൊരു സാധനം. നിങ്ങൾ ഏത് നുണയാണ് പൊളിച്ചിട്ടുള്ളത്? എന്താണ് ജാമിദ പറഞ്ഞ നുണ, ലിയാക്കത്ത് പറഞ്ഞ നുണ, ജബ്ബാർ മാഷ് പറഞ്ഞ നുണ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോന്ന് കൊണ്ടുവന്നു. എല്ലാം കൂടുതൽ ഇസ്ലാമിനെ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ല. നിങ്ങൾ ഈ പണി നിർത്തുന്ന ആയിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സാധനമൊക്കെ വിറ്റ് കുറച്ചും കൂടിയൊക്കെ പണികൾ ചെയ്തു തരാം. എനിക്ക് ഒരു ലോണും കൂടി അടച്ചു തീർക്കാനുള്ളതാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ അതിന് മുന്നേ ഇത് നിങ്ങൾ കച്ചവടം പൂട്ടിക്കരുത്. നിങ്ങൾ ഇസ്ലാമിനെ പൂട്ടുന്ന അവസ്ഥയല്ല. ഞാൻ പറഞ്ഞു, നമ്മൾ നാളെ ഒരു വീഡിയോ റിലീസ് ചെയ്യാനാണ്, നാളെ മറ്റന്നാളോ, ഒരു കോയ കോളിങ്. അതിൽ ഒരു മഹലിൽ സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ അതിൽ പറയുന്നത്. കാരണം മഹലിൽ ഉസ്താദുമാർക്ക് പൈസ കൊടുക്കാൻ വീട്ടുകാർ തയ്യാറാവുന്നില്ല, പുതിയ ജനറേഷൻ. അപ്പോൾ അതിൽ പ്രായമുള്ള ആളുകൾ വിഷമിക്കുന്നു. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളോട് വിളിച്ച് ചോദിക്കുന്നത്. കാരണം പുതിയ തലമുറ പള്ളിയിലേക്ക് കാശ് കൊടുക്കാൻ പോലും മെനക്കെടാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. വരുമാനം 20% കുറയുന്നു. ഇതാണ് നമ്മളെ വിളിച്ച് പറയുന്നത്. പള്ളികൾ അടച്ചുപൂട്ടുന്നതിൻ്റെ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദുമാർ ഇനി കപ്പ പറിക്കാനും മറ്റേ മീൻ വിൽക്കാനൊക്കെ നടക്കേണ്ടി വരും. ഇതാണ് ഉണ്ടാവാൻ പോണത്. ഇതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇത് മാറ്റം വരികയാണ് നമ്മൾ പറയുന്നതിൻ്റെ പണി. പിന്നെ മദ്രസ പീഡനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ മദ്രസ പീഡനം അധികം കാണുന്നില്ലല്ലോ. അത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അതിന് ഒരു വിവരം കിട്ടിയത്. മദ്രസകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ ശ്രമമാണ് പീഡനം നടത്താതിരിക്കാൻ, നടത്തിയ പീഡനങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ, പോലീസ് പിടിക്കാതിരിക്കാൻ, ഇങ്ങനെയുള്ള പണികൾ ഒപ്പിച്ചിട്ട് നിങ്ങളപ്പോഴും പീഡനം നിങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളല്ല നടത്തുന്നത്. നിങ്ങൾ അഥവാ നടത്തിയാലും അത് പുറത്തറിയാതിരിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നടത്തിയെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ എത്ര പീഡനങ്ങൾ ഇവിടെ അറിയാതെ പോയിട്ടുണ്ട്, പത്രത്തിലേക്ക് വരാതെ പോയി നോക്കിയിട്ടുണ്ട്. അത് ഇവിടെ നടന്നു കഴിഞ്ഞ കാര്യമാണ്. ഈ ബാലാവകാശ കമ്മീഷനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് മണ്ണാങ്കട്ടയ്ക്കാണ് ഇരിക്കണമെന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ്. പരാതി കൊടുത്തിട്ട് പോലും മര്യാദയ്ക്ക് അത് ഫോളോ ചെയ്യാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. നമ്മൾ മടുത്തു ആ കാര്യമൊക്കെ പറഞ്ഞ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ മതത്തിൻ്റെ മുക്കുമൂലയിലും അഴിച്ചുപണികൾ നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഉസ്താദുമാരെ പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് എത്തി. പള്ളിയിൽ കാശ് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. നിങ്ങൾ വരിസംഖ്യ തന്നില്ലെങ്കിൽ കല്യാണം നടത്തി തരൂല, അല്ലെങ്കിൽ കുഴിച്ചിടാൻ സമ്മതിക്കില്ല, നന്നാ വേണ്ട, നമ്മൾ വേറെ വഴി നോക്കിക്കോളാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ഒരു സെൻറ്റർ, ഈ പറയുന്ന നോൺ റിലീജിയസ് ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സെൻറ്റർ ഓൾ കേരള ലെവലിൽ ഒരെണ്ണം നമ്മൾ മധ്യ കേരളത്തിൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ചർച്ച ഇങ്ങനെ വന്നിട്ടുണ്ട്, ചില ആലോചനകൾ. അപ്പോൾ അത് മിക്കവാറും തൃശ്ശൂർ, എറണാകുളം ജില്ലയിൽ എവിടെയായിട്ട് നമ്മളൊരു ശ്മശാനവും ഒരു എന്താ പറയുക റിട്ടയർമെൻറ്റ് ഹോമും ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു വലിയൊരു പ്രോജക്റ്റ് അതിങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ട്. ചില ഡിസ്കഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മിക്കവാറും വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അത് വലിയൊരു വിഷയമാണ്. ഈ മരണത്തിനെയൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ കുഴിച്ചിടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഹഫ്ത പിരിക്കുന്നത് പള്ളിയിൽ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ എന്തായാലും ആ ഒരു പ്രോസസ്സിൽ ഒരുപാട് ചാനലുകളെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണം. അതിൽ പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ ചാനലാണ് ഈ പറയുന്ന ഇൻഫിഡൽസ്. നവാസിൻ്റെ ഓൺ കോണ്ടൻ്റാണ്. നിങ്ങളത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അപ്പോൾ അതൊരു വലിയ സാധനം. ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്രാൻഡ് ഡിന്നർ അത് നമ്മൾ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലവൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ പറയാം എവിടെയാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒരെണ്ണം പ്ലാൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആഞ്ഞു പിടിച്ച് ആ സംഗതിയിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ഇവിടെ മുഴച്ച് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുടർന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കില്ല. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സബ്സ്ക്രൈബർ കൗണ്ടും അതുപോലെ ഈ ലൈക്കും ഷെയറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് വലിയ കാര്യമാണ്. ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും ഇത് ലൈക്ക് ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ തന്നെ നിങ്ങളത് ചെയ്ത് ഒരു 1000 ലൈക്സ് ആക്കി മാറ്റുക, 1K അത് ക്രോസ് ചെയ്യിക്കുക. അപ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത് വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് എത്തുക. അപ്പോൾ അത് നിങ്ങൾ ആഞ്ഞ് ശ്രമിക്കണം. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പറയാതെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് കൂടി ഞാനിവിടെ ഓർപ്പിക്കണം. കാരണം നമ്മളെ ലക്ഷ്യം ഇത് കൂടുതൽ ആളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്താണ് അവസാനമായിട്ട് ജസീമിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവര് ഉദ്ദേശിച്ചത് രവിചന്ദ്രൻ സി ആണല്ലോ ഇവരുടെ മെയിൻ വിഷയം. ഒന്നാമത്തെ കാര്യം, രവിചന്ദ്രൻ സി പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കുക. പുള്ളി ഹിന്ദു മതത്തെ വിമർശിച്ച് പുസ്തകങ്ങൾ എഴുതി താഴക്കാൻ പറ്റിയ മനുഷ്യനാണ്. അപ്പോൾ ഇനി വിമർശിക്കുന്നില്ല എന്നുള്ളത് അതൊക്കെ വെറും ഇവർ പച്ച നോക്ക് നുണ പറയാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരാണ്. ബാസിലിനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാസിൽ പരിപാടി തുടരുകയാണെങ്കിൽ നമ്മൾക്ക് വീഡിയോ ഇടേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മൾ ജസ്റ്റ് ആ വീഡിയോ ഇവിടെ എടുത്ത് കാണിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, കമന്ററി പോലും പറയണ്ട. അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം പച്ചക്ക് നുണ പറയുന്നത് അവരുടെ ഓഡിയൻസ് നോക്കാം. അവരുടെ ഓഡിയൻസിന് അവർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ വേറെ എന്ത് കൊടുക്കാം. അപ്പോൾ പക്ഷെ മറ്റാളുകൾ ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പല ആളുകളും ഈ സ്വതന്ത്ര ചിന്ത രവിചന്ദ്ര സിയെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം.
പുള്ളി പറഞ്ഞ ഹിന്ദുമതൊക്കെ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ പഴയ അദ്ദേഹത്തിന്റെ കണ്ടന്റ് എടുത്ത് നോക്കുക, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഹിന്ദുമതത്തിനെ കുറിച്ച്. പുള്ളി ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം നമ്മൾ എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത്, അത് ഇന്ന് റിലവൻ്റ് ആയതുകൊണ്ടാണ്. ഹിന്ദു മതത്തിലെ വേദത്തിലെ പല കാര്യങ്ങളൊന്നും ഇന്ന് റിലവൻ്റ് അല്ല. നമ്മളിപ്പോൾ പശുവിൻ്റെ കാര്യം പറയുന്ന പോലെയല്ല. ഡിഫെൻഡ് ചെയ്യാൻ വരുന്നില്ല ആരും. അതെ അതെ, ആകെ ഇടയ്ക്കൊക്കെ ഒരു സംഖ്യ കയറി വന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞാലല്ലാതെ അധികം ഉണ്ടാവാറില്ല. അവർ തന്നെ ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കാം, നിങ്ങൾ ഈ പറയുന്ന ഈ BJP സംഘപരിവാറും അവരെ കുറിച്ചുള്ള ആരോപണം എന്തായിരുന്നു, അല്ലെങ്കിൽ രവിചന്ദ്ര സിയെ കുറിച്ചുള്ള ആരോപണം തന്നെ എന്താണ്, അദ്ദേഹം ജാതി സംവരണത്തിനെതിരാണെന്നാണ്. BJP ഇപ്പോൾ ജാതി സംവരണം കൊണ്ടുവന്നപ്പോൾ BJP എന്തായി, BJP ഇപ്പോൾ മതേതരമായോ? അപ്പോഴും BJP സംഖ്യയാണ്, അല്ലെങ്കിൽ BJP ഇതേപോലെ ജാതി സംവരണ വിരുദ്ധരാണ്. അവരിപ്പോൾ എത്രത്തോളം കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള പിന്നോക്കക്കാരെ കാണിച്ച് വോട്ട് മേടിക്കണം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് ആളുകളൊക്കെ അല്ലെങ്കിൽ പാർട്ടികളൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, നിങ്ങൾ അതിനെ അക്കോമഡേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പലപ്പോഴും തിരുത്തുന്നില്ല. നിങ്ങൾ ഈ പഴയ സാധനം തന്നെ എപ്പോഴും പൊക്കിക്കൊണ്ടുവരുന്നു. ഇനി ഈ രവിചന്ദ്രൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയാണ്, ഞങ്ങൾ ഇസ്ലാമിനെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. പുള്ളി ഹിന്ദുമതം, സുവിശേഷ വിശേഷം എന്ന് പറഞ്ഞ് ക്രിസ്തുമതം, ഇതേപോലെ ഇസ്ലാമിൻ്റെ കുറേ തൽക്കാല കൺകറൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള വിഷയങ്ങൾ, ഇത് മിറക്കുള ക്രിസ്തുമതത്തെ കുറിച്ചൊക്കെ രവിചന്ദ്രൻ സി പറഞ്ഞു നോക്കാം. അപ്പോൾ നിങ്ങൾ വിമർശിച്ചോളൂ, നിങ്ങൾക്ക് അയാളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം. ഈ നുണ പറഞ്ഞുകൊണ്ട് ഈ മതം പ്രചരിപ്പിക്കുന്ന അവസാനിപ്പിക്കാം. നിങ്ങൾ രണ്ട് രീതിയിൽ ചെന്നാലും മതത്തെക്കുറിച്ച് ഇപ്പോൾ മുജാഹിദ് വാലിദ് ബേശ്ശേരി പറഞ്ഞ പോലെ പച്ചയായിട്ട് പറഞ്ഞാലും അതും ഇഷ്യൂ ആണ്. ഇനി നിങ്ങൾ വെളുപ്പിച്ചാലും ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് സംഖ്യകൾ പിടിക്കും അവരെ. അവരെ എന്ത് പറയുന്നു, അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് മറ്റുള്ളൊരു അവരുടെ പണി ചെയ്യുന്നത് അത് നടക്കില്ല. അപ്പോൾ ഞങ്ങൾക്കും അവർ ഇത് കേൾക്കുമോ എന്ന് നോക്കിയിട്ട് വിമർശിക്കാതിരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് നമ്മുടെ പണി ചെയ്യാൻ പറ്റുള്ളൂ, അവരെന്ത് കരുതുന്നു എന്നുള്ളത് അവർക്കാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതേപോലെ എന്താ പറയുക, പച്ചക്ക് നുണ പറയുന്നത്, അതായത് കൃത്യമായിട്ട് മതത്തിനകത്തുള്ള ഒരു കാര്യം, അതും ആ വിഷയം അവിടെ പല പണ്ഡിതർക്കും ഈ പറയുന്ന ആളുകൾക്ക് അടക്കം അറിയാം ഇതിന്റെ സത്യാവസ്ഥ. ഇതിന്റെ ഹദീസുകളൊക്കെ ഇപ്പോഴും വെബ്സൈറ്റുകളിലുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റൊക്കെ നിങ്ങൾ മുക്കുന്നുണ്ട്, ഹദീസ് നമ്പർ മാറ്റുന്നുണ്ട്, എന്നാലും ഇപ്പോഴും ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള അവസ്ഥ ഉള്ളപ്പോൾ ഇത് നിങ്ങൾ പറയുന്ന സമയത്ത് ഇതേപോലെ മറ്റൊരു ആരോപണം വരും, തക്കിയ. അതായത് ഹാഷ്മി ഇപ്പോൾ പറഞ്ഞത്, ഹാഷ്മിയുടെ പേര് മുസ്ലിം, അദ്ദേഹത്തിന്റെ എന്താണ് ഫുൾ പേര് എനിക്ക് ഓർമ്മയില്ല, അയാളുടെ ഫുൾ പേര് എന്താണ്? ഹാഷ്മിയുടെ ഹാഷ്മി എന്നാണ് നമ്മൾ പറയാറ്. ഹാഷ്മി സുൽത്താനോ അങ്ങനെ എന്തൊരു സാധനല്ലേ? അതെ. അപ്പോൾ നോക്കട്ടെ, ഹാഷ്മി, ഇപ്പൊ പേര് മാറണ്ട അല്ലെങ്കിൽ അടുത്ത. ഓക്കെ, ഹാഷ്മി താജ് ഇബ്രാഹിം എന്നല്ലേ? താജ് ഇബ്രാഹിം. ഇപ്പോ ഹാഷ്മി ഇതിപ്പോ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത് നമുക്കറിയില്ല. പക്ഷെ ഈ വിഷയം ഇവിടെ ആളുകളിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഹാഷ്മി തക്കി കളിക്കുകയാണെന്ന് സംഖ്യ പറയും. ഹാഷ്മി ഉസാമ ബിൻ ലാദനെ രക്ഷിച്ചെടുക്കാനും മതത്തെ രക്ഷിച്ചെടുക്കാനും ശ്രമിച്ചു എന്ന് നാട്ടുകാർ പറയും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ മിസ്കോട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ ന്യായീകരിക്കുമ്പോഴും ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ഇതിപ്പോ ഒരു പ്രമുഖ ന്യൂസ് ചാനലിലുള്ള ഒരാളാണ് പറഞ്ഞത്. ഇപ്പോൾ അവരെ കുറിച്ച് എന്താണ് ഇനി അടുത്ത ആരോപണം വരിക? ഇതാണ് ന്യൂസ് ജിഹാദ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ രണ്ട് വശം മനസ്സിലാക്കണം. നിങ്ങൾ തെറ്റായ കാര്യം പറയുമ്പോഴും മതത്തിലുള്ള കാര്യം അതുപോലെ പച്ചക്ക് പറയുമ്പോഴൊക്കെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ മതവും നിങ്ങളും ഇന്നത്തെ കാലവും തമ്മിൽ ഒരു ബന്ധമില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഇന്നത്തെ കാലത്തിന് കമ്പാറ്റബിൾ അല്ലാത്തൊരു സാധനമാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏറ്റവും ഒരു മികച്ച ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഈ ദഅവ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ മതത്തെക്കുറിച്ച് കഴിയുന്നതും ഒന്നും പറയാതിരിക്കാം. എന്നാൽ പിന്നെ നമുക്ക് പണി കുറഞ്ഞു, നമ്മളിപ്പോൾ ഇതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യില്ലല്ലോ. ഈ ബാസിലെ പോലെ ആളുകൾ ചെയ്യുന്നത് കൊണ്ട് ഈ മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഈ തക്കിയ എന്നുള്ള ആരോപണം സംഘികൾക്കിടയിൽ ശക്തിപ്പെടും. കെ സുരേന്ദ്രന് പോലും ശക്തിപ്പെടുത്താൻ പറ്റാത്ത സംഘപരിവാറിനെ ഇതേപോലെ ഇവരുടെ വീഡിയോ വെച്ചിട്ട് ഇവിടെ ശക്തിപ്പെടുത്താൻ പറ്റും. ഇപ്പൊ നേരത്തെ പ്രവീൺ രവിയുമായിട്ട് പറഞ്ഞ വീഡിയോയിൽ അറിയാലോ, നമ്മുടെ കേരളത്തിലെ BJPയുടെ ഒരു അവസ്ഥ, അവിടെയാണ് സംഖ്യ ശക്തിപ്പെടുന്നത്. ഒന്നാലോചിച്ച് നോക്കെ. അപ്പൊ എന്താണ് കാരണം? അവർ ഹിന്ദുമതത്തെ ഏകീകരിച്ചുകൊണ്ടല്ല, ഈ മുസ്ലിം വിഭാഗത്തിനിടയിലുള്ള ഇതുപോലത്തെ ചില ദഴവക്കാർ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ടാണ് മറ്റവർക്ക് പേടിയാവുന്നത്. അതിപ്പോൾ ബാലുശ്ശേരി ആണെങ്കിലും ബാസിലാണെങ്കിലും. ബാസിലിന് ശരിക്കും ഈ നമ്മുടെ പച്ചാളം ബാസി എന്ന് പറഞ്ഞ പോലെ പച്ചക്കള്ളം ബാസിൽ നിന്നാണ് പഠിക്കേണ്ടത്. വെറുതെ ഒരു കാര്യമില്ലാത്ത ഒന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ ഏത് വിഷയം നമ്മളെക്കുറിച്ച് നുണ പറഞ്ഞു പൊളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഒരു നുണ ഒരെണ്ണം പൊളിച്ചത് ഒന്ന് കൃത്യമായിട്ടൊന്ന് ബാസിൽ വേണി ഒന്ന് പറഞ്ഞു കാണിക്കുക. എന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കാം. ഒരെണ്ണം
ഓക്കെ, ഇതുവരെ ഒരെണ്ണം പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ പൊളിച്ചു എന്നൊക്കെ പറയാം, അതിപ്പോൾ എന്ത് വേണേലും പറയാലോ, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരെണ്ണം പോലും പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ഒരെണ്ണവും പൊളിച്ചിട്ടില്ല, വെറുതെ പൊളിച്ചു എന്ന് മാത്രമേ പറയാറുള്ളൂ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumu yal rasulu Dingah. Ashhadu anna mitumu yal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar, La ilaha illallah. 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 La